ഉൽപ്പത്തി പുസ്തകം ആദ്യാഗമ പുസ്തകം 5-ാം അധികാരം 21 മുതൽ 24 വരെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. അതോടൊപ്പം യൂദയുടെ ലേഖനം 14-15 വാക്യങ്ങൾ. അതോട് കൂടെ യൂദ എഴുതുന്ന നിരുപം 15-ഉം 16-ഉം വസനങ്ങൾ. പാസ്റ്റർ വായിക്കും ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം ആദ്യാഗമ പുസ്തകം 5-ാം അധികാരം 21 മുതൽ 24 വരെയുള്ള വാർത്തകൾ. ஏனோக்கு 65 வயதான போது மெத்துசலாவை பெற்றான். ஏனோக்கு மெத்துசலாவை பெற்ற பின் 300 வருஷம் தேவனுடைய சஞ்சரித்துக் கொண்டிருந்து குமாரரையும் குமார்த்திகளையும் பெற்றான். ஏனோக்குடைய நாளெல்லாம் 365 வருஷம் ஏனோக்கு தேவனுடைய சஞ்சரித்துக் கொண்டிருக்கையில் காணப்படாமல் போனான். தேவன் அவனை எடுத்துக்கொண்டார். യൂദയുടെ ലേഖനം 14-15 വാക്യങ്ങൾ. யூதா எழுதின நிருபம் 14-ம் 15-ம் வசனங்கள். ஆதாமுக்கு 7ஆம் தலைமுறையான ஏனோக்கும் இவர்களை குறித்து இதோ எல்லாருக்கும் நியாயத்தீர்ப்பு கொடுக்கிறதற்கும் அவர்கள் அவபக்தி உள்ளவர்கள் யாவரும் அவபக்தியாய் செய்து வந்த சகல அவபக்தியான கிரியைகள் நிமித்தமும் தமக்கு விரோதமாய் அவபக்தியுள்ள பாவிகள் பேசின கடின வார்த்தைகள் எல்லாவற்றின் நிமித்தமும் அவர்களை கண்டிக்கிறதற்கும் ആയിരമായിരமான തമത് പരിശുദ്ധവാന്കളോട് കൂടെ കർത്തർ വരുகிறாർ എന്ന് മുന്നറിയിത്താൻ. സോ ഇന്ന് പകൽ ഈ ഫസ്റ്റ് സെഷനിൽ നാം കേൾക്കുവാൻ പോകുന്നതായ ദൂതിന്റെ തലക്കെട്ട് ഇതാണ്: ദൈവത്തോട് കൂടെ നടക്കാം. നാം இந்த பகல் வேளையிலே முதல் செக்ஷனிலே தேவனோடு கூட சஞ்சரிக்கிற என்கிற தலைப்பிலே கர்த்தர் வார்த்தையை சிந்திக்கும்படி கடந்து செல்கிறோம். Let's walk with God. ദൈവത്തോട് കൂടെ നടക്കാം. നാം தேவனோடு கூட നടக்க வேண்டும். നാം എല്ലാം ദൈവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കുന്നവരാണ്. നാം എല്ലാവരും தேவனுடைய ஆலயத்தில் வந்து தேவனை ആരാധിக்கிறவர்கள். ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവരാണ്. தேவனுடைய வார்த்தையை കീഴ്പ്പെടുகிறவர்கள். പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവരാണ്. പരിശുദ്ധ ആവിയാൽ നിറപ്പപ്പെട്ടവர்கள். നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. നിത്യരാജ്യത്തിനായി എതിർപാർത്ത് കൊണ്ടിരിക്കുന്നവர்கள். എസൻസ് ഓഫ് ദ ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്തീയ ജീവിതത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത് ദൈവത്തോട് കൂടെ നടക്കുന്നതാണ്. ക്രിസ്തവ வாழ்க்கைയുടെ മുഖ്യത്വം എന്ന് சொல்லுகிறது தேவனோடு கூட നടப்பது. വേദപുസ്തകം പറയുന്നു ഒരു മനുഷ്യൻ 3 നൂറ്റാണ്ട് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു എന്ന്. വേദപുസ്തകം சொல்லுகிறது ഒരു മനുഷ്യൻ 300 ആണ്ടുകൾ தேவனோடு கூட സഞ്ചരിത്താൻ. പല നടപ്പുകളെ കുറിച്ച് പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അനേക കാര്യങ്ങളെ പറ്റി പുതിയ ഏർപ്പാട്ടിൽ നമുക്ക് വാസിക്കാൻ முடிகிறது. പല വിധത്തിലുള്ള നടപ്പുകളെ കുറിച്ച് പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. പല വിധത്തിലുള്ള നടപ്പുകളെ പറ്റി പുതിയ ഏർപ്പാട്ടിൽ വാസിக்கிறோம். ഒന്നാമതായി വേദപുസ്തകം പറയുന്നു, முதலாவதாக வேதபுஸ்தகம் சொல்லுகிறது, അതേ നമ്മൾ കാഴ്ചയാൽ അല്ല വിശ്വാസത്താലാണ് നടക്കുന്നത്. பார்வையினால் அல்ல விசுவாசத்தால் மட்டும். 2 കൊരിന്ത്യർ 5-ാം അധ്യായം 7-ാം വാക്യം. 2 കൊരിന്ത്യർക്ക് നിരുപം 5-ാം അധികാരം 7-ാമത് വസനം. നിങ്ങൾ ഒത്തിരി പേർ എഴുതുന്നത് കൊണ്ട് ഞാൻ സ്ലോ ആയി പറഞ്ഞു പോകട്ടെ. இந்த தேகத்தில் നിങ്ങൾ ഒത്തിരി പേർ എഴുതുന്നത് കൊണ്ട് ഞാൻ സ്ലോ ആയി പറഞ്ഞു പോകട്ടെ. நீங்கள் अनेகர் இதை நோட் எடுக்கிறபடியால் நான் மெதுவாக பேசி போகிறேன். 2 കൊരിന്ത്യർ 5:7 പറയുന്നു, 2 കൊരിന്ത്യർ 5:7 சொல்லுகிறது, നാം കാഴ്ചയാൽ അല്ല വിശ്വാസത്താലാണ് നടക്കുന്നത്. നാം പാർവൈനാൽ അല്ല വിശ്വാസത്താൽ നടக்கிறோம். യെസ്, വിശ്വാസത്തിൽ നടക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. വിശ്വാസത്തിൽ നടக்கிறവർ കരങ്ങൾ ഉയർത്തി കർത്തരെ മഹിമപ്പെടുത്തലാമേ. മീഖാ 6:8 പറയുന്നു. മീഖാ ദീർഘദർശന പുസ്തകം 6-ാം അധികാരം 8-ാം വചനം சொல்லுகிறது, ഞാൻ താഴ്മയോടെ നമ്മൾ നടക്കുന്നു. നാം താഴ്മയോടെ നടക്ക வேண்டும். യെസ്, നാം താഴ്മയോടെ ദൈവസന്നിധിയിൽ നടക്കുന്നു. നാം ദൈവ സമൂഹത്തിലെ താഴ്മയോടെ നടക്ക வேண்டும். വിശ്വാസത്തിൽ നടക്കുന്നവർ താഴ്മയോടെ നടക്കുന്നവരാണ്. വിശ്വാസത്തിൽ നടക്കുന്നവർ താഴ്മയുടെ അനുഭവത്തിൽ നടക്ക வேண்டும். കാരണം താഴ്മയുള്ളവനാണ് ദൈവം കൃപ നൽകുന്നത്. കാരണം എന്നവെന്നാൽ താഴ്മയുള്ളവർക്ക് കർത്തർ കൃപ അളിக்கிறார். ഡിഎൽ മൂഡി എന്ന ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, ഡിഎൽ മൂഡി എന്ന് சொல்லக்கூடிய ஊழியக்காரன் இப்படி சொன்னார், ഞാൻ വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, ഞാൻ വിശ്വാസ வாழ்க்கையிலே கடந்து வந்தபோது, വലിയ കാര്യങ്ങളെ എന്റെ അലമാരയുടെ ഉയരത്തിലായിരിക്കും ദൈവം വെച്ചിരിക്കുന്നത്, ചെറിയ കാര്യങ്ങൾ താഴെ വെക്കുമെന്ന് ഞാൻ വിചാരിച്ചു. பெரிய കാര്യങ്ങൾ എന്റെ വീട്ടിൽ இருக்கிற അലമാരയുടെ മേൽപകുതിയിൽ வைத்திருப்பார் என்றும் சிறிய കാര്യങ്ങൾ വീട്ടിലെ അലമാരയുടെ കീഴ്പകുതിയിൽ வைத்திருப்பார் என்றுം நினைத்தேன். ഞാൻ ശിശുവായിരുന്നപ്പോൾ, ആത്മീയമായി ശിശുവായിരുന്നപ്പോൾ, ഞാൻ ആവിക്കുரிய வாழ்க்கைയിൽ ഒരു സിറുവനായി കാണപ്പെട്ടപ്പോൾ, വലിയ കാര്യങ്ങൾ മുകളിൽ ഇരിക്കും, ചെറിയ കാര്യങ്ങൾ താഴെ ഇരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. பெரிய കാര്യങ്ങൾ മേലെ ഇരിക്കും, സിറു കാര്യങ്ങൾ കീഴെ ഇരിക്കും എന്ന് നിனைத்தேன். എന്നാൽ കാലാന്തരത്തിൽ ഞാൻ ആത്മാവിൽ വളർന്നപ്പോൾ മനസ്സിലായി, കാലങ്ങൾ செல்ல செல்ல ആവിയിൽ ഞാൻ വളർന്നപ്പോൾ എനിക്ക് ഒരു കാര്യം പുരിഞ്ഞു കൊണ്ടത്, ആത്മാവിൽ വലിയ കാര്യങ്ങൾ ദൈവം ഏറ്റവും അടിയിലാണ് വെക്കുന്നത്. ആവിയിൽ പെരിയ കാര്യങ്ങൾ കർത്തർ മിക അടിയിൽ താൻ வைத்திருக்கிறார். അതിനർത്ഥം ഏറ്റവും വലിയ കാര്യങ്ങൾ പ്രാപിപ്പാൻ ഞാൻ മുട്ടുമടക്കണം, എന്നെ തന്നെ താഴ്ത്തണം, അപ്പോഴാണ് എനിക്ക് വലിയ കാര്യം കിട്ടുന്നത്. അതിന്റെ പൊരുൾ ഇവാറാக நான் பெரிய காரியங்களை பெற்றுக்கொள்ள வேண்டும் என்று சொன்னால் தேவனுடைய சமூகத்திலே நான் முழங்கால் படி போட்டால் மட்டும் தான் அது வெளிப்பட்டு கிடைக்கும். അതേ, താഴ്മയോടെ നാം നടക്കണം. നാം താഴ്മയോടെ നടക്ക வேண்டும். 3 യോഹന്നാൻ 1-ാം അധ്യായം 4-ാം വാക്യം പറയുന്നു, 3 യോഹന്നാൻ 1-ാം അധികാരം 4-ാം വചനം சொல்லுகிறது, നാം സത്യത്തെ
സത്യത്തിലാണ് നടക്കുന്നത്. നാം സത്യത്തിലെ നടക്ക വേണ്ടും. സത്യത്തിൽ നടക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. സത്യത്തിൽ നടക്കുന്നവർ ഒരു ആമേൻ சொல்லலாமே. 1 യോഹന്നാൻ 1:7 പറയുന്നു. 1 யோவான் 1:7 சொல்லுகிறது. നാം വെളിച്ചത്തിലാണ് നടക്കുന്നത്. നാം വെളിച്ചത്തിൽ നടക്ക വേണ്ടും. യെസ്. 2 കൊരിന്ത്യർ 2:14 പറയുന്നു. 2 കൊരിന്ത്യർ 2:14 சொல்லுகிறது. നാം ജയത്തിലാണ് നടക്കുന്നത്. ജയത്തിൽ നടக்கிறோம். നിങ്ങൾ ഒത്തിരി പേര് എഴുതുന്നത് വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയുന്നു. நான் மறுபடியுமாக அது திரும்ப சொல்லுகிறேன். നാം വിശ്വാസത്തിൽ നടക്കുന്നു. നാം വിശ്വാസത്തിൽ നടக்கிறோம். നാം താഴ്മയോടെ നടക്കുന്നു. നാം താഴ്മയോടെ നടக்கிறோം. നാം സത്യത്തിൽ നടക്കുന്നു. നാം സത്യത്തിലെ നടக்கிறோം. നാം വെളിച്ചത്തിൽ നടക്കുന്നു. വെളിച്ചത്തിലെ നടக்கிறோം. നാം ജയത്തിൽ നടക്കുന്നു. നാം വെற்றிയിൽ നടக்கிறோம். യെസ്. എഫേസ്യർ 5:2 പറയുന്നു. എഫേസ്യർ 5:2 சொல்லுகிறது. എഫേസ്യർ 5:2 പറയുന്നു. എഫേസ്യർ 5:2 சொல்லுகிறது. നാം സ്നേഹത്തിൽ നടക്കുന്നു. നാം അൻപിലെ നടக்கிறோம். അതെ, നാം സ്നേഹത്തിൽ നടക്കുന്നു. നാം അൻപിലെ നടக்கிறோം. കൊലോസ്യർ 1:10 പറയുകയാണ്. കൊലോസ്യർ 1:10 சொல்லுகிறது. പ്ലീസിംഗ് ദ ഹാർട്ട് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഹൃദയത്തെ പ്രീതിപ്പെടുത്തി നാം നടക്കുന്നു. ദൈവത്തിന്റെ ഹൃദയത്തെ നാം പ്രിയപ്പെടുത്തി നടക്ക വേണ്ടും. നാം ദൈവത്തിന്റെ ഹൃദയത്തെ പ്രീതിപ്പെടുത്തി നടക്കുന്നു. നാം ദൈവത്തിന്റെ ഹൃദയത്തെ പ്രിയപ്പെടുത്തി നടக்கிறோம். റോമർ 13:13 പറയുന്നു. റോമർ 13:13 சொல்லுகிறது. നാം ഡീസന്റ് ആയി നടക്കുന്നു. നാം മര്യാദ പ്രകാരം നടക്കുന്നു. നാം മര്യാദയാக നടக்கிறோம். നാം മര്യാദ പ്രകാരം നടക്കുന്നു. നാം മര്യാദയിൽ പടിവமாக നടக்கிறோം. അതെ, വേദപുസ്തകം വീണ്ടും പറയുന്നു. എഫേസ്യർ 4:4 മറുപടി വേദപുസ്തകം சொல்லுகிறது. എഫേസ്യർ 4 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ 1-2 വചനങ്ങൾ വാസിക്കും പൊഴുது നിങ്ങളുടെ വിളി അനുസരിച്ച് നടക്കുന്നു. നിങ്ങളുടെ അழைப்பை புரிந்து നടக்க வேண்டும். നിങ്ങളുടെ വിളി അനുസരിച്ച് നടക്കുന്നു. உங்கள் அழைப்பை புரிந்து നടக்க வேண்டும். ഉദാഹരണമായി ഞാൻ ഇങ്ങനെ പറയട്ടെ. ഉദാഹരണமாக இப்படியே சொல்கிறேன். നമ്മളെ ദൈവം ഒരു ഐസ്ക്രീമായി വിളിച്ചു എന്ന് വിചാരിക്കുക. தேவன் ചിലവേള നമ്മെ ഒരു ഐസ്ക്രീமாக അழைத்தார் என்று சொல்லி நினைத்துக் கொள்ளுங்கள். ഒരു ഐസ്ക്രീം ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഇരിക്കാൻ കഴിയത്തില്ല. ഒരു ഐസ്ക്രീം എന്ന് சொன்னால் எப்படியும் இருக்க முடியாது. ഒരു ഫ്രിഡ്ജിനകത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കണം. ഒരു ഫ്രിഡ്ജുക്കുള്ള അടങ്ങി ഒതുങ്ങി ഉட்கார வேண்டும். അല്ലെങ്കിൽ നീ പായസമായി പോകും. അല്ലാതെ നീ പായസമായി മാറുവായി. ദൈവം നിന്നെ ഒരു ഐസ്ക്രീമായി വിളിച്ചെങ്കിൽ ഫ്രിഡ്ജിനകത്ത് ഇരിക്കണം. ആണ്ടവർ ഒരു ഐസ്ക്രീமாக അழைத்தார் என்று சொன்னால் നീ ഫ്രിഡ്ജുക്കുള്ള இருக்க வேண்டும். നിന്നെ ദൈവം ഒരു പെട്രോളായി വിളിച്ചെങ്കിൽ ദേവൻ ഉന്നെ ഒരു പെട്രോളാக അழைத்தார். അടച്ച ടാങ്കിനകത്ത് അടച്ചിരിക്കണം. അടയ്ക്കപ്പെട്ടതാണ് ടാങ്കുക്കുള്ള അടയ്ക്കപ്പെട്ടിരിക്ക வேண்டும். എങ്ങനെയും ഇരുന്നാൽ നാളെ രാവിലെ പെട്രോൾ കാണത്തില്ല. എപ്പടിയാவது ഇരുന്നാൽ നാളെ കാലയിൽ ആകുമ്പോൾ പെട്രോൾ കാണാതെ. എന്തിനു വേണ്ടിയാണോ ദൈവം നിന്നെ വിളിച്ചത്, എதற்காக தேவன் உன்னை அழைத்தாரோ ആ വിളി അനുസരിച്ച് ജീവിക്കണം. அந்த அழைப்பை புரிந்து வாழ வேண்டும். അവരെങ്ങനെ ജീവിക്കുന്നു ഇവരെങ്ങനെ ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ அப்படி வாழுகிறார்கள் இவர்கள் இப்படி வாழ்கிறார் என்று சொல்லி காரியமில்லை. ദൈവം ഏത് അനുഭവത്തിൽ നിന്നെ ഏത് വിളിക്കായി വിളിച്ചിരിക്കുന്നു അതനുസരിച്ച് ജീവിക്കണം. தேவன் எந்த அனுபவத்தில் எந்த அழைப்போடு உன்னை அழைத்தாரோ அதற்காக நீ வாழ வேண்டும். നമ്മുടെ വിളി അനുസരിച്ച് നടക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. നമ്മുടെ അழைப்பை புரிந்து கொண்டு வாழ கர்த்தர் உதவி செய்வாராக. ഗലാത്യർ 5:16 പറയുന്നു. ഗലാത്യർ 5:16 വാസിக்கிறோம். മാംസത്തിൽ നമ്മൾ ജഡപ്രകാരമല്ല ആത്മാവിൽ നടക്കുന്നു. നാം മാംസത്തിൽ നടக்கிறவர்களாக அல்ல ആവിയിൽ നടக்கிறவர்களாக இருக்க வேண்டும். ആത്മാവിൽ നമ്മൾ നടക്കുന്നു. ആവിയിലെ നടക്ക வேண்டும். ആത്മാവിൽ നടക്കാൻ ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ട്രാൻസ്ലേഷന് ശേഷം നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ആവിയിൽ നടക്ക വിരുമ്പുகிறவன் நல்ல முறை കരങ്ങളെ ഉയർത്തി നല്ലവർ ആമേൻ சொல்லலாமே. അതെ, നാം ദൈവത്തിന്റെ കൃപയാൽ വിശ്വാസത്തിൽ നടക്കുന്നവരാണ്. നാം ഓരോരുത്തരും ദൈവത്തിന്റെ കൃപയിനാൽ വിശ്വാസത്തിനാലെ നടക്കുന്നു. വെളിച്ചത്തിൽ നടക്കുന്നു. വെളിച്ചത്തിലെ നടക്കുന്നു. സത്യത്തിൽ നടക്കുന്നു. സത്യത്തിലെ നടക്കുന്നു. നാം ജയത്തിൽ നടക്കുന്നു. നാം വെற்றிയിന്മേൽ നടക്കുന്നു. നമ്മെ വിളിച്ചതായി വിളി അനുസരിച്ച് നടക്കുന്നു. നാം അழைத்த അழைப்பை புரிந்துകൊണ്ട് നടക്കുന്നു. നാം ആത്മാവിൽ നടക്കുന്നു. നാം ആവിയിലെ നടക്കുന്നു. അപ്പോസ്തലൻ വലിയൊരു ലിസ്റ്റ് തന്നെ എങ്ങനെ നടക്കണം എന്ന് പറയുന്നു. எப்படி நடக்க வேண்டும் என்று சொல்லி அப்போஸ்தலனாகிய பவுல் ஒரு பெரிய பட்டியலை கொடுத்திருக்கிறார். ഈ ദുഷ്ടലോകത്തിൽ മറ്റുള്ളവർ നടക്കുന്നത് പോലെ എല്ലാ ദൈവമക്കൾ നടക്കുന്നത്. ഉലകത്തിലെ ഉലകത്താർ നടക്കുന്നത് പോലെ നാം നടക്ക വേണ്ടിയവர்கள் அல்ல. ദൈവം നിന്നെ തൊട്ടാൽ നിന്റെ നടപ്പിന് വ്യത്യാസം ആണ്ടവർ ഉന്നെ തൊട്ടാൽ ഉൻ നടപ്പിற்கு വ്യത്യാസം ഉണ്ടാകും. യാബോക്ക് കടവിന് അരികിൽ വെച്ച് ദൈവം യാക്കോബിനെ തൊട്ടപ്പോൾ, യാബോക്ക് നദിയുടെ അരികിൽ വെച്ച് ആണ്ടവർ യാക്കോബை തൊട്ടപ്പോൾ അതിന് മുൻപ് നടന്നതുപോലെ അല്ല, അതിനുശേഷം അതற்கு മുന്നേ അവൻ നടന്നത് പോലെ അല്ല, അതற்கு പിന്നാലെ അവൻ നടന്നത്. ഈ ജനറൽ കൺവെൻഷൻ കഴിയുമ്പോൾ ദൈവം മുൻപ് നടന്നതുപോലെയല്ല ഇവിടെ ആയിരിക്കുന്ന അനേകരെ ദൈവം നടത്തുവാൻ പോകുന്നത്. ജനറൽ കൺവെൻഷൻ முடியும்போது இதற்கு முன்னாடி நடந்தது போல அல்ல, இந்த கன்வென்ஷன் பிற்பாடு ஆண்டவர் அற்புதமாக நடத்த போகிறார். ഓ, ദൈവം നിന്നെ തൊടുവാൻ പോകുകയാണ്. ஆண்டவர் உன்னை தொடும்படியாக கடந்து செல்கிறார். ഈ
ദുഷ്ടലോകത്തിൽ ദൈവത്തോട് നമുക്ക് ചേർന്ന് നടക്കാം. இந்த பொல்லாத உலகத்திலே கர்த்தரோடு இணைந்து நாம் ஆளுவோம். ഇവിടെ ഇതാ വേദപുസ്തകം പറയുന്നു, இங்கே வேத புத்தகம் இப்படி சொல்லுகிறது, ഹാനോക്ക് ഒറ്റക്കല്ല നടന്നത്, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ஏனோக்கு தனிமையாக நடக்கவில்லை, ஏனோக்கு கர்த்தரோடு வாழ்ந்தான். 300 സംവത്സരം അവൻ ദൈവത്തോട് കൂടെ നടന്നു. 300 ஆண்டுகள் கர்த்தரோடு வாழ்ந்தான். എന്താണ് ഹാനോക്ക് എന്ന പദത്തിനർത്ഥം? ஏனோக்கு என்ற வார்த்தையின் அர்த்தம் என்ன? അറിഞ്ഞുകൂടാത്തവർ എഴുതിയെടുക്ക. ഹാനോക്ക് എന്ന പദത്തിനർത്ഥം ടീച്ചർ എന്നാണ്. தெரியாதவர் எழுதி எடுத்துக்கொள்ளுங்கள். ஏனோக்கு என்ற வார்த்தையின் அர்த்தம் അധ്യാപകൻ, ടീച്ചർ, ആശ്രിയർ. അതേ, സ്തോത്രം. അവന്റെ പേരിനർത്ഥം അധ്യാപകൻ എന്നാണ്. പേരുടെ പൊരുൾ ആശ്രിയർ എന്ന്. എത്ര ടീച്ചേഴ്സ് ഇന്ന് പകൽ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. എത്ര ആശ്രിയർ ഇങ്ങ ഇരിக்கிறீர்கள் എനിക്ക് தெரியாது. അതേ, ഒരു ടീച്ചർ ആണെങ്കിൽ അവനെ പഠിപ്പിക്കാൻ ഒരു ലെസൺ ഉണ്ടായിരിക്കും. അതൊരു ആശ്രിയർ എന്ന് சொன்னால் അവനക്ക് ചൊല്ലി കൊടുപ്പதற்காக ഒരു പാഠമുണ്ട്. അവന്റെ ജീവിതം തന്നെ ഒരു പാഠമാണ്. അവരുടെ வாழ்க்கை ഒരു പാഠം. പക്ഷേ ഇവിടെ ഈ പഞ്ചായത്തില് സ്തോത്രം പറയത്തില്ലയോ ആൾക്കാര്? ഈ മക്കൾ നിങ്ങൾ സ്തോത്രം ചൊല്ല മാട്ടീங்களா? അല്ല, ഇവിടെ സ്തോത്രം പറയാനായിട്ട് ടാക്സ് കൊടുക്കണോ? ഇങ്ങ സ്തോത്രം ചൊല്ലുവதற்கு കാശ് കൊടുക്ക വേണ്ടുമാ? അപ്പൊ ഇവിടെ സ്തോത്രം പറയാൻ കാശ് കൊടുക്കണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്തോത്രം പറഞ്ഞാൽ, நீங்க ஸ்தோத்திரம் சொல்லும்போது நாங்க காசு தர வேண்டாம் என்று சொன்னால் அடிக்கடி நீங்க ஸ்தோத்திரங்களை சொல்லுங்க. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാക്കും, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. அப்பொழுது எங்களுக்கு புரிந்து கொள்ள நாங்கள் சொல்லுகிறது உங்களுக்கு புரிகிறது என்று சொல்லி. കമാൺ, ജീവനുള്ളതെല്ലാം ദൈവത്തെ സ്തുതിക്കട്ടെ. ஓ, சுவாசமுள்ள யாவும் கர்த்தரை துதிக்கட்டும். നേരുള്ളവനെല്ലാം ദൈവത്തെ സ്തുതിക്കട്ടെ. நேர்மையா நடக்கிறவர் கர்த்தரை துதிக்கட்டும். രക്ഷിക്കപ്പെട്ടവനെല്ലാം ദൈവത്തെ സ്തുതിക്കട്ടെ. രക്ഷിക്കപ്പെട്ടവர்கள் എല്ലാവരും കർത്തരെ സ്തോത്രം பண்ணட்டும். ഹാനോക്ക് എന്ന പദത്തിനർത്ഥം തന്റെ ജീവിതം തന്നെ ഒരു പാഠമാണ്. ஏனோக்கு என்ற வார்த்தையின் அர்த்தத்தோட வாழ்க்கையே ஒரு பாடம். തന്റെ ജീവിതമേ ഒരു പാഠമാണ്. തന്റെ வாழ்க்கையே ஒரு பாடம். തന്റെ പ്രസംഗം ഒരു വഴിക്ക്, തന്റെ ജീവിതം വേറൊരു വഴിക്കല്ല. തന്റെ ചെയ്തി, அந்த പ്രസംഗം இன்னொரு വഴി, അവരുടെ வாழ்க்கை இன்னொரு വഴി അല്ല. നോ, അവന്റെ ജീവിതമാണ് പ്രസംഗം, പ്രസംഗമാണ് ജീവിതം. அப்படி அல்ல, அவருடைய வாழ்க்கை தான் பாடம், அவருடைய பிரசங்கம் தான் வாழ்க்கை. ഞാൻ ഇന്ന് പകൽക്കാലം വളരെ കൃത്യമായി പറയട്ടെ. இந்த பகல் வேளை தெளிவாக சொல்லட்டுமா? നമ്മുടെ പ്രസംഗമല്ല ലൗഡർ ആകേണ്ടത്, ഉച്ചത്തിൽ കേൾക്കേണ്ടത്. നമ്മുടെ ജീവിതം ലൗഡർ ആകണം. നമ്മുടെ ചെയ്തി അല്ല പെരുസാக சத்தமாக இருக்க வேண்டியது, നമ്മുടെ வாழ்க்கையே சத்தமாக இருக்க வேண்டும். നമ്മുടെ ഊഴിയമല്ല വലിയതാകേണ്ടത്, നമ്മുടെ வாழ்க்கை വലുതായി. നമ്മുടെ ഊഴിയമല്ല പെരുസ്, നമ്മുടെ வாழ்க்கை പെരുസാக മാറട്டும். നിന്റെ ഊഴിയമല്ല നിന്നെ നിത്യതയിൽ കൊണ്ടുപോകുന്നത്, നിന്റെ வாழ்க்கைയാണ് നിത്യതയിൽ കൊണ്ടുപോകുന്നത്. ഉന്റെ ഊഴിയമല്ല പരലോക രാജ്യം കൊണ്ടുപോകുന്നത്, ഉന്റെ வாழ்க்கை தான் പരലോക രാജ്യം കൊണ്ടുപോകും. Come on. Yes, നിന്റെ ഊഴിയം, നിന്റെ പാട്ട്, നിന്റെ ദീർഘദർശനം, നിന്റെ പ്രസംഗമല്ല നിന്നെ പരലോകത്തിൽ കൊണ്ടുപോകുന്നത്, നിന്റെ வாழ்க்கைയാണ് നിന്നെ പരലോകത്തിൽ. ഉന്റെ ഊഴിയമോ ഉന്റെ പ്രസംഗമോ ഉന്റെ ദീർഘദർശനമോ അല്ല പരലോക രാജ്യം കൊണ്ടുപോകുന്നത്, ഉന്റെ வாழ்க்கை പരലോക രാജ്യം കൊണ്ടുപോകും. ഹാനോക്ക് പറയും, my name is Enoch, which is called a lesson. ഓ, എന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു പാഠമാണ്. ഏനോക്ക് இப்படி சொல்லுகிறார், என்னுடைய வாழ்க்கை என்று சொல்லுகிறது ஒரு பாடம். അതേ വേദപുസ്തകം പറയുന്നു. அப்படி வேத புத்தகம் சொல்லுகிறது. എങ്ങനെയാ ദൈവവുമായി കണക്ട് ചെയ്തത്? எப்படி தேவனுமாக தொடர்பு வைக்கிறது? അവൻ എങ്ങനെയാണ് ദൈവത്തെ കണ്ടുമുട്ടിയത്? எப்படி இவன் தேவனை பார்த்திருக்கிறான்? ഞങ്ങള് സ്തോത്രം, അതെ, ഞാൻ ഒരു ദൈവദാസനോട് ഒരുമിച്ച് നടക്കണമെങ്കിൽ, நான் ஒரு ஊழியக்காரனுமாக சேர்ந்து நடக்க வேண்டுமானால் ഒരു സ്ഥലത്ത് വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടണം. ஒரு இடத்தில் வைத்து நாங்கள் பார்க்க வேண்டும். ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, കാഞ്ചി റോഡ് എന്ന് പറയുന്ന ഇന്ന സ്ഥലത്ത് ഞാൻ വന്ന് നിൽക്കും. நான் ஒரு சகோதரன் இடத்தில் சொன்னான், காஞ்சி ரோடு என்கிறதான இடத்திலே நான் வந்து நிற்பேன். വെള്ള ഒരു കാറിൽ വന്ന് നിൽക്കും. நான் ஒரு ஒயிட் அல்ல வெள்ளை கார்ல வந்து நிற்பேன். കൃപാസനത്തല്ലേ ഞാൻ വരുന്നത്, അപ്പൊ വെള്ളക്കാരാ ഞാനും പ്രതീക്ഷിച്ച. കൃപാസനത്തിലല്ലയോ ഞാൻ വരുகிறது, அதனால வெள்ளை கார் தான் நான் எதிர்பார்த்தேன். ഞാൻ മാർത്താണ്ഡ കഴിഞ്ഞപ്പോഴേ നോക്കി എവിടെയൊക്കെ വെള്ള കാറുണ്ട്. நான் മാർത്താണ്ഡ താണ്ടും போது பார்த்தேன் எங்கெல்லாம் வெள்ளை கார் நிற்கிறது என்று. മാർത്താണ്ഡത്തെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കഴിഞ്ഞപ്പോൾ കാറുകൾ മുഴുവൻ വെള്ളയായിരിക്കും. മാർത്താണ്ഡ താണ്ട ഉടനെ കാറുകൾ എല്ലാം വെള്ളയായിരിக்கிறது. അവസാനം ഒരാളിനെ കണ്ടു, അയാളെ ഞാൻ കണ്ടു. நான் ஒரு நபரை பார்த்தபோது அவர் எனக்கு கை காட்டினார், நான் அவரை பார்த்தேன். ഒരു സ്പോട്ടിൽ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടി. ஒரு இடத்தில் வைத்து நாங்கள் பார்த்தோம். ഇതുപോലെ ഹാനോക്ക് ദൈവത്തെ കണ്ടുമുട്ടി. ഇതുപോലെ ഏനോക്ക് ആണ്ടവരെ பார்த்தான். എന്നാൽ പലപ്പോഴും ദൈവത്തെ നീ കണ്ടുമുട്ടുന്നത് നിന്റെ നല്ല കാലത്തല്ല, നിന്റെ പൊല്ലാത്ത കാലത്താണ്. കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത ദൈവം നിന്റെ അടുക്കൽ കൂടി വരുന്നത്. ആണ്ടവരെ பார்த்திருக்கிறோம் നമ്മുടെ നല്ല കാലത്തിലല്ല, നമ്മുടെ മോശமான സൂழ்நிலைയിൽ தான் കർത്തരെ നാം பார்த்திருக்கிறோம். പലപ്പോഴും നിന്റെ മുറിവുകൾ, നിന്റെ വേദനകൾ, നിന്റെ കണ്ണുനീരുകളാണ് ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ നിനക്ക് സംഗതി വരുത്തുന്നത്. നമ്മുടെ காயங்கள், നമ്മുടെ കണ്ണുനീരുകൾ, നമ്മുടെ വേദനകൾ தான் தேவனோடு கூட நடக்கும்படி கர்த்தர் உதவி செய்திருக்கிறார். ഒരു സഹോദരനെ സഹായിച്ച് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നു.
ഒരു സഹോദരന്റെ ഉദവിയോട് കൂടെ എന്നെ இந்த മേടയിലെ കൊണ്ടുവന്നാൽ ഇതുപോലെ നമ്മുടെ ദുഃഖങ്ങളാണ് ദൈവത്തോട് ചേർത്ത് നിർത്തുന്നത്. ഇതുപോലെதான் നമ്മുടെ ദുഃഖങ്ങൾ താൻ ദേവനോട് കൂടെ ചേർന്ന് വാഴുம்படி കർത്തർ ഉദവി ചെയ്താர். നമ്മുടെ ദുഃഖങ്ങൾ, കായങ്ങൾ, കണ്ണുനീരുകൾ തിന്മയ്ക്കല്ല, എല്ലാം നന്മയ്ക്കായി. നമ്മുടെ ദുഃഖങ്ങൾ, കണ്ണുനീരുകൾ, കായങ്ങൾ തീമയ്ക്കാக அல்ல, എല്ലാം നന്മയ്ക്കാகவே കർത്തർ செய்கிறார். ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ഹേനോക്ക് ദേവനോട് സഞ്ചരിത്താൻ. അപ്പോൾ അവനൊരു കുഞ്ഞുണ്ടായി, അവന്റെ പേര് മെതുശലേം. അവനക്ക് ഒരു പിള്ളை இருந்தது, அந்த பிள்ளைയുടെ പേര് മെത്തുസല. മെതുശലേം എന്നത് നല്ലൊരു പേരല്ല. മെത്തുസല എന്ന് சொல்லுகிற நல்ல ഒരു വാർത്തയല്ല, പേരല്ല. വേദപുസ്തകത്തിൽ ഒത്തിരി നല്ല പേരുകളുണ്ട്. വേദപുസ്തകത്തിൽ നല്ല പേരുകൾ അനേകമുണ്ട്. എന്നാൽ ബൈബിളിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത പേരുകളുണ്ട്. ആന ബൈബിളിൽ നമുക്ക് വിരുപ്പമില്ലാത്ത പേരുകളുണ്ട്. എന്റെ അടുക്കലേക്ക് ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് എന്റെ കുട്ടിയുടെ പേര് നിമ്രോദ് എന്നാണ്, ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് അല്പം മടിയാണ്. என்னுடைய பக்கத்துல ஒரு குழந்தையை கொண்டு வந்து அந்த பிள்ளைக்கு நிம்ரோத் என்று சொல்லி பேர் போட வேண்டும் என்று சொன்னால் எனக்கு கொஞ்சம் சஞ்சலப்பு தான். ഒരു ഗേൾ ബേബിയെ കൊണ്ടുവന്ന് എന്റെ കുട്ടിക്ക് ഇസബേൽ എന്ന് പേരിടണമെന്ന് പറഞ്ഞാൽ ஒரு பெண் பிள்ளை என்னுடைய பக்கத்துல கொண்டு வந்து பிள்ளைக்கு இசபேல் என்று பேரிட வேண்டும் என்று சொன்னால் எனக்கு கொஞ்சம் கஷ்டம். സ്തോത്രം. അതെ, ദലീല എന്ന് എന്റെ കുട്ടിക്ക് പേരിടണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് ആലോചിക്കും. என்னுடைய பிள்ளைக்கு ദലീല എന്ന് சொல்லக்கூடியதான പേര് போட வேண்டும் என்று நான் யோசித்தால், ഇതുപോലെ സ്തോത്രം മെതുശലേം നല്ലൊരു പേരല്ല. മെത്തുസല എന്ന് சொல்லுகிற நல்ல ഒരു പേര് கிடையாது. What do you mean by മെതുശലേം? മെതുശലേം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മെത്തുസല എന്ന വാർത്തയുടെ അർത്ഥം என்ன? After his death this destruction will come. ഇവന്റെ മരണശേഷം ഇന്ന നാശം കടന്നു വരും. ഇവനുടെ മരണത്തിന് പിற்பாடு ഇന്ന ശാപം വരും എന്ന് അർത്ഥം. ഇവന്റെ മരണശേഷം ഇന്ന നാശം കടന്നു വരും. ഇവന്റെ മരണത്തിന് പിற்பாடு ഇന്ന നാശം വരും. ഇവന്റെ മരണത്തിന് ശേഷം അഴിവ് വരും. മരണത്തിന് പിற்பாடு ഒരു അഴിവ് വരും. ഇവന്റെ മരണത്തിന് ശേഷം അഴിവ് വരും. മരണത്തിന് പിற்பாடு ഒരു അഴിവ് വരും. അതാണ് മെതുശലേം എന്ന വാക്കിനർത്ഥം. അതാണ് മെത്തുസല എന്ന വാർത്തയുടെ അർത്ഥം. അവന്റെ പേരെ അവന്റെ അപ്പൻ കൊടുത്തത് ഒരു ചെയ്തിയായിരുന്നു. അവനുടെ പേര് അവന്റെ തകപ്പൻ കൊടുത്ത ഒരു ചെയ്തിയായിരുന്നത്. അവന്റെ അപ്പന്റെ പേര് ലെസൺ, ഒരു പാഠം എന്നാണ്. അവരുടെ അപ്പാവുടെ പേരുടെ അർത്ഥം പാഠം എന്നത്. മോന് ഇപ്പോൾ ഒരു ദൂതാണ്, അവന്റെ പേര് തന്നെ ദൂതാണ്. അവരുടെ മകനുക്ക് പോട്ടതാണ് പേരും ഒരു ചെയ്തിതാണ്, ഒരു ദൂത്. അവരുടെ പിള്ളയുടെ പേര് ചെയ്തി ദൂതാക കാണപ്പെട്ടത്. അപ്പൻ ടീച്ചറാണ്, മോൻ ഒരു ദൂതാണ്. തകപ്പൻ ആശ്രിയരായി ഇരിക്கிறார், മകൻ ഒരു ചെയ്തിയാக இருக்கிறார். ഇന്ന് പകൽക്കാലം ഈ പന്തൻകിലുള്ളത് സംഭവിക്കുകയാണ്. இந்த பகல் வேந்தன் மைதானத்துக்குள்ள எதெல்லாம் நடக்க போகிறது. അപ്പന്മാർ ചുമന്നതായ അഭിഷേകം തലമുറകളിലും വ്യാപരിക്കട്ടെ. നമ്മുടെ തകപ്പന്മാർ സുമന്നതാണ് அந்த സുവിശേഷ തലമുറകൾക്കുള്ള വെളിപ്പെടുവதாக. പിതാക്കന്മാരിലൂടെ വെളിപ്പെടുന്നത് തലമുറകളിലൂടെയും വെളിപ്പെടട്ടെ. പിതാക്കളിലും വെളിപ്പെട്ടത് തലമുറകൾക്കുള്ള വെളിപ്പെടുവதாக. ഇന്ന് പകൽക്കാലം കാഞ്ചിരോട് ദൈവകൃപയാൽ ഞാൻ വിളിച്ചു പറയട്ടെ, അവൻ തലമുറയായി നമ്മുടെ ദൈവമാണ്. இந்த பகல் வேளை காஞ்சிரோடு மக்களை பார்த்து நான் சொல்லட்டும், നമ്മുടെ ആണ്ടവർ തലമുറയാக നമ്മുടെ ആണ്ടവർ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഏനോക്ക് ദേവനോട് കൂടെ നടന്നാൻ. തന്റെ മകനെ ഒരു പേരിട്ടു. അവന്റെ മകനുക്ക് ഒരു പേര് വയ്ത്താൻ. അവന്റെ മരണശേഷം വലിയൊരു അഴിവ്, വലിയൊരു നാശം വരുവാൻ പോകുകയാണ്. മരണത്തിന് പിற்பாடு മികപ്പെരിയ ഒരു അഴിവ് വരപ്പോകുന്നത്. മെതുശലേമിന്റെ മരണശേഷം വലിയൊരു അഴിവ് വരുവാൻ പോകുന്നു. മരണത്തിന് പിற்பாடு മികപ്പെരിയ ഒരു അഴിവ് വരപ്പോകുന്നത്. ഏറ്റവും ദീർഘായുസിൽ ജീവിച്ചിരുന്ന മനുഷ്യനാണ് മെതുശലേം എന്ന് ബൈബിൾ പറയുന്നു. ബൈബിൾ சொல்லுகிறது மிக அதிக காலம் உயிரோடு வாழ்ந்திருந்த மனுஷன் என்று சொல்லி பைபிள் சொல்லுகிறது. ഏറ്റവും അധിക കാലം ജീവിച്ചത് മെതുശലേമാണ്. மிக அதிக காலங்கள் வாழ்ந்திருந்தவர் தான் மெத்துசலா. എന്നാൽ അവന്റെ മരണശേഷം വലിയ നാശം വരുന്നു. ஆனால் அவருடைய மரணத்துக்கு பிற்பாடு மிகப்பெரிய அழிவு வரப்போகிறது. എന്തോ അഴിവാണ് വരുന്നത്? என்ன அழிவு வரப்போகிறது? 100 വർഷത്തിലധികം നോഹ പ്രസംഗിച്ചു. 100 ആണ്ടുകൾക്ക് മേലാக നോവ പ്രസംഗിത്താൻ. വലിയ വെള്ളപ്പൊക്കം വരാൻ പോകുകയാണ്. மிக ஒரு பெரிய ஒரு தண்ணீர் பெருக்கம் வரப்போகிறது. വലിയ വെള്ളപ്പൊക്കം വരാൻ പോകുകയാണ്. மிகப்பெரிய தண்ணீர் பெருக்கம் வரப்போகிறது. വെള്ളപ്പൊക്കം അല്പമായിട്ടെങ്കിലും കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാണ്. தண்ணீர் பெரிய வருகிறது, கொஞ்சமாவது பார்த்தவர்கள் கரங்கள் உயர்த்தினாலே சொல்லலாமே. നമ്മൾ ചെറിയ വെള്ളപ്പൊക്കങ്ങൾ കണ്ടിട്ടുണ്ട്. നാം சின்னதான தண்ணீர் பக்கங்கள் தான் பார்த்திருக்கிறோம். എന്നാൽ മനുകുലത്തിന്റെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം നോഹയാണ് കണ്ടത്. ஆனா மனுக்குலத்திலே மிகப்பெரியதான வெள்ளப்பெருக்கம் என்று சொல்லுகிறது നോവാവുടെ കാലത്തിലെ സംഭവിച്ചത്. എന്നാൽ നോഹ വെള്ളപ്പൊക്കം വരുന്നേ എന്ന് പ്രസംഗിച്ചപ്പോൾ മഴ ലോകത്തില്ലായിരുന്നു. அந்த காலகட்டத்திலே நோவா தண்ணீர் பெருக்கம் வரப்போகிறது, அழிவு வரப்போகிறது பிரசங்கம் பண்ணும் பொழுது அந்த நாட்கள் மழை இல்லை. മഴ കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. மழை பார்த்தவர்கள் கரங்கள் உயர்த்தலாம். മഴ നനഞ്ഞിട്ടുള്ളവർ കരങ്ങളെ நனைந்தவர்கள் கரங்கள் உயர்த்தலாம். ആരെങ്കിലും കൈ ഉയർത്താതിരിക്കുന്നവരുടെ മേൽ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചോളാം. யாராவது கரங்களை உயர்த்தி ஆண்டவர் துதிக்கலன்னு சொன்னா கை வைத்து நீங்கள் ஜெபம்
பண்ணுங்க. എന്നാൽ ലോക വെള്ളപ്പൊക്കം വരുന്നേ എന്ന് പറഞ്ഞപ്പോ ஆனால் நோவா சொல்ல தண்ணீர் பெருக்கம் வருகிறது என்று சொல்லும்போது സ്തോത്രം ലോകത്ത് മഴയില്ല. அந்த உலகத்தில் மழை இல்லை. அப்போது മഞ്ഞ് വന്ന് മണ്ണിനെ നനയ്ക്കുകയാണ്. அந்த பனி வந்து மண்ணை நனைக்கிறது. മഴയില്ല കാലത്ത് വെള്ളപ്പൊക്കം പ്രവചിക്കുന്നു. மழை இல்லாத காலத்தில் ஜலப்பிரவாகத்தை பற்றி பிரசங்கிக்கிறார். പ്ലാറ്റ്ഫോമിൽ നിന്ന് ഉണർവ് പ്രവചിച്ചാട്ടെ. இந்த மேடையில் இருந்து எழுப்புதல் உண்டாகட்டுமே. ഇന്ത്യൻ സുവിശേഷീകരണം പ്രസംഗിച്ചാട്ടെ. இந்திய சுவிசேஷத்தை பற்றி பிரசங்கம் பண்ணட்டும். സഭാ വളർച്ചയെ കുറിച്ച് പറഞ്ഞാട്ടെ. சபை வளர்ச்சியை பற்றி பிரசங்கிக்கட்டும். കൂട്ട സ്നാനങ്ങളെ കുറിച്ച് പറഞ്ഞാട്ടെ. ஞான ஸ்நானத்தை பற்றி சொல்லுங்க. ഇല്ലാത്തവയെ കുറിച്ച് വിളിച്ചു പറഞ്ഞാട്ടെ. இல்லாததை பற்றி அழைத்து சொல்லுங்கள். ഇവിടെ ആയിരിക്കുന്ന ദൈവദാസിമാരെ ദൈവദാസന്മാരെ നോക്കി ഞാൻ പറയട്ടെ. இங்க இருக்கிற ஊழியக்காரர்கள் ஊழியக்காரி அம்மாமாரை பார்த்து சொல்லுகிறேன். നീ എന്ത് ദൈവത്തിന് പ്രാപിച്ചു പറയുമോ അത് ദൈവം ചെയ്യാൻ நீ പോകുകയാണ്. ஆண்டவரிடத்தில் பெற்று எதை சொல்லுவாயோ அதை கர்த்தர் நிறைவேற்றி தருவார். കൈ തട്ടണ നല്ല തട്ടണ. கரங்களை கொட்டினால் நன்றாக கொட்டுங்க. നീ എന്ത് പറയുമോ അത് ദൈവം ചെയ്യാൻ நீங்கள் പോകുകയാണ്. என்ன சொல்லுகிறீர்களோ அதை கர்த்தர் செய்ய നീ போகிறார். എന്ത് വിതയ്ക്കുമോ അത് കൊയ്യും. நீ எதை விதைக்கிறாயோ அதை அறுவடை നീ செய்வாய். എന്ത് പറയുമോ അത് ദൈവം ചെയ്യാൻ நீ പോകുകയാണ്. என்ன சொல்லுவாயோ அதை கர்த்தர் செய்வார். ഓ നോഹ പറഞ്ഞു വെള്ളപ്പൊക്കം വരാൻ പോകുന്നു. யெகோவா சொன்னார் ஜலப்பிரவாகம் வரப்போகிறது. മഴ പെയ്യാൻ പോകുന്നു. மழை பெய்ய போகிறது. എപ്പോഴാണ് അത് സംഭവിച്ചത്? எப்போது அது நடந்தது? മെതുശലം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അത് ഉണ്ടായത്. மெத்துசலாமுடைய மரணத்துக்கு பிற்பாடு அது நடந்தது. ശ്രദ്ധിക്ക, ഒരു ദൂതുള്ളവൻ ആ ദൂതുമായി ജീവിച്ചപ്പോൾ നാശം കണ്ടില്ല. கவனியுங்கள், ஒரு செய்தி அல்ல ஒரு செய்தி இருக்கிறவன் அந்த செய்தி இருக்கும் அவன் நாசமடையவில்லை. നിനക്ക് ദൈവം ഒരു ദൂത് തന്നിട്ടുണ്ടെങ്കിൽ கர்த்தர் அவனுக்கு தனக்கு ஒரு செய்தியை தந்திருப்பார் என்று சொன்னால், ദൈവം നിനക്കൊരു ഊഴിയം ഒരു ശുശ്രൂഷ തന്നിട്ടുണ്ടെങ്കിൽ ஆண்டவர் உனக்கு ஒரு ஊழியத்தை தந்திருப்பாரானால் ഒരു വെള്ളത്തിന് നിന്നെ തുലയ്ക്കാൻ പറ്റത്തില്ല. ஒரு தண்ணீருக்கு உன்னை சேதப்படுத்த முடியாது. എന്നാൽ എപ്പോഴാണോ നിന്റെ ശുശ്രൂഷ കഴിഞ്ഞത്? எப்பொழுது ஒரு ஊழியம் முடிகிறதோ, എപ്പോഴാണോ സ്തോത്രം മെതുശലമേ നിന്റെ ശുശ്രൂഷ കഴിഞ്ഞത്? எப்பொழுது மெத்துசலாமே உன்னுடைய ஊழியம் முடிந்ததோ, എപ്പോൾ നീ മരിച്ചുവോ? எப்பொழுது மரித்தாயோ, തൽമൂദ് യഹൂദ തൽമൂദ് പറയുന്നു. யூதா தல்முத் இப்படி சொல்லுகிறது. യഹൂദ ചരിത്രം പറയുന്നു. யூதா சரித்திரம் சொல்லுகிறது. യേസ്, അവനെ അടക്കിയപ്പോ, அவன் அடக்கம் பண்ணும்போது, മെതുശലമിനെ അടക്കിയപ്പോ மெத்துசலாமை அடக்கம் பண்ணும் பொழுது ഇതാ വെള്ളം വീഴുക, தண்ணீர் விழுகிறது, ഇതാ മഴ പെയ്യുക. மழை பெய்கிறது. ജീവിത ലോകത്തെ ചരിത്രത്തിലെ ആദ്യത്തെ മഴ, உலகத்திலே சரித்திரத்திலே முதல் மழை, ആ മഴ പെയ്യുകയാണ്. அங்கே மழை பெய்கிறது. വെള്ളം ഇതാ മഴ പെയ്ത് വെള്ളപ്പൊക്കം ഉണ്ടായി. அங்கே மழை பெய்த போது ஜலப்பிரவாகம் உண்டாகிறது. നാശം ദേശത്തിൽ സംഭവിച്ചു. நாசம் அழிவு தேசத்தில் வெளிப்படுகிறது. ഇത് ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക് മുൻകൂട്ടി പ്രവചിക്കുകയുണ്ടായി. தேவனோடு கூட சஞ்சரித்த ஏனோக்கு முன்கூட்டியே தீர்க்க தரிசனமாய் உரைத்தார். ഹാനോക്കേ, ஏனோக்கே, ഓ നീ ദൈവത്തോട് കൂടെ നടന്നു. நீ கர்த்தரோடு சஞ்சரித்தாய். പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, என்னுடைய கேள்வி இப்படி, ഹാനോക്കേ പറ, ഈ ദൈവത്തോട് കൂടെ നടക്കാൻ എന്താ നിന്നെ எனக்கு പ്രേരിപ്പിച്ചത്? சொல்லு, நீ தேவனோட சஞ்சரிக்க எந்த காரியம் உன்னை அப்படி உன்னை அந்த காரியம் உன்னை அமர்த்தினது? ദൈവത്തോട് കൂടെ നടക്കാൻ എന്താ നിന്നെ പ്രേരിപ്പിച്ചത്? தேவனோடு கூட நடக்க எந்த சக்தி உன்னை உந்தி தள்ளினது? What made you to walk with God? ദൈവത്തോട് കൂടെ നടക്കാൻ നിനക്ക് എങ്ങനെയാണ് സാധിച്ചത്? தேவனோடு கூட நடக்க உனக்கு எப்படி முடிந்தது? വേദപുസ്തകം നിങ്ങൾ പരിശോധിക്കുമ്പോൾ பரிசுத்த வேத புஸ்தகத்தை பார்க்கும் பொழுது ഹാനോക്ക് ജീവിച്ചിരുന്ന 200 സംവത്സരത്തിൽ കൂടെ ഹാനോക്ക് ആദാമിനോട് കൂടെ ജീവിച്ചു. ஏனோக்கு வாழ்ந்திருந்ததான 200 ஆண்டுகள் ஏனோக்கு ஆதாமோடு சஞ்சரித்தான். So both of them, they are the contemporary people. അവർ രണ്ടുപേരും സ്തോത്രം ഒരേ കാലയളവിൽ ജീവിച്ചിരുന്നു. அவர்கள் இருவரும் ஒரே காலகட்டத்தில் வாழ்ந்திருந்தார்கள். ആരൊക്കെ? ഹാനോക്കും ആദമും 200 വർഷത്തിലും അധികം ജീവിച്ചിരുന്നു. ஓ, ஏனோக்கும் ஆதாமும் 200 ஆண்டுகளுக்கு மேலாக ஒருமித்து வாழ்ந்திருந்தார்கள். സോ ഹാനോക്കിന്റെ അപ്പൂപ്പന്റെ 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 അപ്പൂപ്പനായിരുന്നു ആദാം. ஓ, ஏனோக்குடைய தாத்தாவுடைய 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 தாத்தாவாயிருந்தால் ஆதாம். ഓ, ഈ താത്തമാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. தாத்தாமலை எனக்கு மிகப்பெரிய விருப்பம். കാരണം എന്റെ പിതാവ് ഗൾഫിലായിരുന്നു. என்ற தகப்பனார் வெளிநாட்டில் இருந்தார். എന്നെ വളർത്തിയത് എന്റെ മമ്മിയുടെ പിതാവ് എന്റെ താത്തയാ. என்னை வளர்த்து எடுத்தது என்னுடைய அம்மாவுடைய அப்பா, என்னோட தாத்தா. സോ താത്തമാരെയും പാട്ടിമാരെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. தாத்தாமலை பாட்டிமலை எனக்கு ரொம்ப
விருப்பம். കാരണം താത്തമാരെയും പാട്ടിമാരെയും കാര്യം പറഞ്ഞപ്പോൾ പിള്ളേര് തന്നെ എന്റെ മുഖത്ത് നോക്കുക. தாத்தா பாட்டி காரியங்கள் சொல்லும்போது பிள்ளைகளே என்னோட முகத்தை பார்க்கிறார்கள். ഇത്രയും നേരം ഹാനോക്കും മെഥൂശലയും പറഞ്ഞപ്പോ യവറ്റകൾ എന്റെ മുഖത്ത് നോക്കിയില്ല. இவ்வளவு நேரம் ஏனோக்கும் மெத்தூசலாவை பற்றி பேசின போது யாரும் என்னை பார்க்கவில்லை. താത്ത പാട്ടി എന്ന് പറഞ്ഞപ്പോഴേക്കും അവരെന്നെ നോക്കാൻ തുടങ്ങി. தாத்தா பாட்டி என்று சொல்லும்போது இவர்கள் என்னை பார்க்க ஆரம்பித்தார்கள். കാരണം താത്ത പാട്ടി വെറും കൈയോടെ വരത്തില്ല. അവരുടെ വായിൽ നിറയെ കഥയുണ്ടായിരിക്കും. കഥ. தாத்தா பாட்டி வரும்பொழுது சும்மா வரமாட்டார்கள். அவருடைய வாயிலே அநேக கதைகள் இருக்கும். கதைகள். നമ്മൾ ഇടയ്ക്കും കഥ പറയുന്ന ഒത്തിരി പേരുണ്ട്. நாம அடிக்கடி கதைகள் சொல்லுகிற அநேகர் இங்கே இருக்கிறோம். അത് ഞാൻ അടുത്ത സെക്ഷനിൽ പറഞ്ഞോളാം. நான் அடுத்த செக்ஷன்ல சொல்லலாம். പക്ഷെ ആ കഥയല്ല ഈ താത്താ പാട്ടി പറയുന്ന കഥ. இங்க சொல்லப்பட்டதான அந்த கதை அல்லங்க தாத்தா பாட்டியோட கதை. താത്താ പാട്ടി വരുമ്പോ അവരുടെ വായിൽ നിറയെ കഥയുണ്ടായിരിക്കും. தாத்தா பாட்டி வரும்போது வாயிலே அநேக கதைகள் இருக்கும். സോ ഹാനോക്ക് ചിന്ന പിള്ളയായിരിക്കുമ്പോ எனக்கு சிறுவனாய் இருக்கும் பொழுது ഈ പിള്ളേരെ പ്രായത്തിൽ ഇരിക്കുമ്പോ இந்த சின்ன பிள்ளைയുടെ பருவத்தில் இருக்கும் பொழுது നൂറുകണക്കിന് പിള്ളേരെ താത്തയുടെ വീട്ടിലേക്ക് എല്ലാ പിള്ളേരും ഓടുകയാണ്. நூற்றுக்கணக்கான பிள்ளைகள் தாத்தாவுடைய வீட்டிலே வருகிறார்கள். താങ്ക് യു. ഹല്ലേലൂയ. തണ്ണി വേണമാ? ഓക്കെ. സോ സ്തോത്രം. നൂറുകണക്കിന് പിള്ളേര് ആദാമിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. நூற்றுக்கு அதிகமான பிள்ளைகள் ஆதாமுடைய வீட்டிலே வருகிறார்கள். അപ്പൊ ആദാമിന് 700 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ട്. அப்பொழுது ஆதாமுக்கு 700 ஆண்டுகளுக்கு மேலே வயதுக்கு மேலே பருவம் உண்டு. 930 വർഷം ജീവിച്ചിരുന്നവനാണ് ആദ്യം. 930 ആണ്ടുകൾ வாழ்ந்திருந்ததாக ஆதாமை பற்றி சொல்லுகிறது. കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ 104 വയസ്സ് പ്രായമുള്ള ഒരു പാട്ടിയെ കണ്ടു. போன നാட்കളിലെ 104 വയസ്സുള്ളവൻ ഒരു പാട്ടിയമ്മാവെ பார்த்தேன். അപ്പൊ ഞാൻ ചിന്തിക്കുക 700 വർഷത്തിലധികം പ്രായമുള്ളതായ ആദാം എങ്ങനെ ഇരുന്ന് കാണും? അപ്പോൾ நான் நினைத்தேன் 700 ஆண்டுகள் വയസ്സുള്ളവൻ ആദാം எப்படி இருந்திருப்பார். കൊടയുടെ കമ്പി കൊടയുടെ വടി ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന പോലെ ആദാം ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ്. அந்த கொடை கம்பு வளைந்திருப்பது போல ஆதாம் செலவுல அப்படி கூனி வளைந்திருக்கலாம். അവിടെ നൂറുകണക്കിന് പിള്ളേർ ഓടി വരുന്നു. அந்த நேரத்தில் நூற்றுக்கணக்கான பிள்ளைகள் ஓடி வருகிறார்கள். അവർ വന്ന് പറയുന്ന താത്ത താത്ത കഥ ചൊല്ലുങ്ക കഥ ചൊല്ലുങ്ക. அந்த பிள்ளைகள் வந்து சொல்ல தாத்தா 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 கதை சொல்லுங்க கதை சொல்லுங்க. കഥ കേൾക്കണം കഥ കേൾക്കണം. கதை கேட்க வேண்டும் கதை கேட்க வேண்டும். ജന കൺവെൻഷൻ ഞാൻ കഥ പറയാനല്ല വന്നത്. இந்த பகல் வேளை நான் கதை சொல்லும்படி வரவில்லை. ഞാൻ കാര്യം പറയാനാ ദൈവം காரியத்தை சொல்லும்படி வந்திருக்கிறேன். ஹalleluya. Come on, അന്തരങ്ങളെ തുറന്ന് കാര്യം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. இந்த பகல் வேளை இந்த பகல் வேளையிலே ஆண்டவர் வார்த்தை கேட்கும்படி வந்திருக்கிற பிள்ளைகள் இருதயத்தை திறந்து கர்த்தரை மகிமைப்படுத்தலாமே. സത്യமாக സത്യமாக சத்தமாக சத்தமாக சத்தமாக. ആദാമിന് പറവാൻ കുറച്ച് കഥകളുണ്ട്. ஆதாமுக்கு சொல்வதற்கு கொஞ்சம் கதைகள் உண்டு. അത് സാധാ കഥയല്ല. அது சாதாரணமான கதை அல்ல. അത് മഹിമയിൻ കഥകളാണ്. அது மகிமையின் கதைகள். അത് മഹത്വത്തിന്റെ കഥകളാണ്. மகிமையின் கதைகள். ചൊല്ലുക 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 മഹത്വത്തിന്റെ കഥകളാണ്. எல்லாரும் சேர்ந்து சொல்லுங்க அது மகிமையின் கதைகள். സഭ ഈ തലമുറയിൽ മഹത്വത്തിൽ വസിക്കട്ടെ. சபை இந்த தலைமுறையிலே மகிமையிலே வாசம் பண்ணட்டும். ഓ സഭ ഈ തലമുറയിൽ പണത്തിലല്ല വസിക്കേണ്ടത്, മഹത്വത്തിൽ വസിക്കട്ടെ. சபையை இந்த தலைமுறையில் நாம் பணத்திலே வாழ வேண்டியவர்கள் அல்ல, மகிமையிலே வாழ வேண்டியவர்கள். സഭ ഈ തലമുറയിൽ ഇന്റലക്ച്വൽ നോളജിൽ മാൻ പവറിൽ മണി പവറിലല്ല. Let the glory overshadow the church. ദൈവ സഭ മഹത്വത്തിൽ മറിയട്ടെ. இந்த நாட்களே மனுஷனுடைய ஞானத்தினாலே அறிவினாலே பணத்தினாலே அல்ல, ஓ சபையே தேவனுடைய மகிமையிலே வாழ வேண்டும். ഓ മഹത്വത്തിൽ മഹത്വത്തിലേക്ക് ദൈവ സഭ കയറട്ടെ. ഓ മഹിമയിലെ കർത്തരുടെ സഭ വാഴட்டும். ഓ നൂറുകണക്കിന് പിള്ളേർ വന്ന് ആദാമിനോട് ചോദിക്കുകയാണ്. നൂற்றுക്കണക്കാன பிள்ளைகள் ஆதாமை பார்த்து கேட்கிறார். ഓ താത്ത പറഞ്ഞാട്ടെ അങ്ങയുടെ സ്റ്റോറി പറഞ്ഞാട്ടെ. தாத்தா உம்முடைய கதையை என்னிடத்தில் சொல்லுங்க. അപ്പൊ ആദാമിന് ഇങ്ങനെ പറയാൻ കഴിയും. அப்பொழுது ஆதாமுக்கு இப்படி சொல்ல முடியும். എന്റെ ഫസ്റ്റ് മൊമെന്റ്, എന്റെ ആദ്യത്തെ വിനാടി എനിക്ക് ഓർമ്മ വരുന്നത്, என்னுடைய முதல் நொடி எனக்கு ஞாபகம் வருகிறது. ഒരാൾ എന്നെ തൊട്ടു. ஒரு நபர் என்னை தொட்டார். സൃഷ്ടിയുടെ ആരംഭത്തിൽ ഒരാൾ എന്നെ തൊട്ടു. സൃഷ്ടിപ്പിന്റെ ആരംഭത്തിൽ ഒരു നബർ എന്നെ തൊട്ടാർ. സൃഷ്ടിപ്പിൽ വേറെ ഒന്നിനെയും അവൻ തൊട്ടില്ല. സൃഷ്ടിപ്പിലെ അവർ വേറെ ഒന്നെയും തൊടവില്ല. ദൈവം എന്നെ മാത്രമേ സൃഷ്ടിപ്പിൽ തൊട്ടുള്ളൂ. എന്നെ മറ്റു സൃഷ്ടിപ്പിലെ തൊട്ടാർ. ദൈവം സ്തോത്രം ചീങ്കണ്ണിയെയും ആനയെയും കുതിരയും മുള്ളംപന്നി ഒന്നും തൊട്ടില്ല. ദേവനാകിയ കർത്തർ ആനയെയോ സിംഹത്തെയോ മുള്ളംപന്നിയെയോ മുതലയോ ഒന്നും തൊടവില്ല. ദൈവം മനുഷ്യനെ മാത്രം തൊട്ടു. ദേവൻ മനുഷ്യനെ മറ്റും തൊട്ടാർ. ഇന്ന് പകൽക്കാലം ഈ സെഷനിൽ ദൈവം ആരെയോ തൊടുവാൻ ആഗ്രഹിക്കുന്നു. പകൽ വേള இந்த സെക്ഷനിലെ കർത്തർ யாரையெல்லாம் தொட விரும்புகிறார். ആഗ്രഹമുള്ളവർ അധരങ്ങളെ തുറന്ന് ദൈവത്തെ
മഹത്വപ്പെടുത്തിയാണ്. அப்படி விருப்பமுள்ளவர்கள் வாய் திறந்து கர்த்தருடைய நாமத்தை மகிமைப்படுத்த ஆரம்பிக்கலாமே. ദൈവം എന്നെ തൊട്ട് അവന്റെ മേൽ ജീവശ്വാസം தேவன் ഊതിയപ്പോൾ என்னை தொட்டபோது அவர் என்னுடைய ஜீவ சுவாசத்தை ஊதினார். അവന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. அவருடைய கண்கள் திறக்கப்பட்டது. ഇന്ന് പകൽക്കാലം ആരുടെയൊക്കെ കണ്ണുകളെ ദൈവം തുറക്കാൻ இந்த പോകുകയാണ്. பகல்வேளை யாருடைய கண்கள் எல்லாம் திறக்க போகிறது. ആദാം പറഞ്ഞു, ഞാൻ കണ്ണു തുറന്നപ്പോൾ, ஆதாம் சொல்லுகிறான், நான் கண்களை திறந்த போது, കണ്ണു തുറന്നപ്പോൾ ആദ്യം കണ്ട സൃഷ്ടിയല്ല കണ്ടത്, സൃഷ്ടാവിനെയാണ് ഞാൻ ആദ്യം நான் കണ്ടത്. கண்களை திறந்து பார்த்தപ്പോൾ நான் முதலாவது சிருஷ்டியை பார்க்காமலே சிருஷ்டிகரை பார்த்தேன். Oh, come on. Hallelujah. ഞാൻ കണ്ണു തുറന്ന് കണ്ടപ്പോൾ എന്റെ സൃഷ്ടാവിനെയാണ് ഞാൻ കണ്ടത്. நான் என் கண்களை திறந்து பார்த்தவுடன் சிருஷ்டிகரை பார்த்தேன். ഓ ആദാം പറഞ്ഞു, ഞാൻ അവന്റെ മകനായിരുന്നു. ஆதாம் சொல்ல, நான் அவருடைய பிள்ளை மகன். ആദാം ദൈവത്തിന്റെ മകൻ. ஆதாம் தேவனுடைய மகன். ആദാം ദൈവത്തിന്റെ തൊഴിലാളിയല്ല, ஆதாம் தேவனுடைய தொழிலாளி அல்ல, ദൈവത്തിന്റെ ദാസനല്ല, தேவனுடைய ஊழியக்காரன் அல்ல, ദൈവത്തിന്റെ അടിമയല്ല, தேவனுடைய அடிமை அல்ல, അവൻ ദൈവത്തിന്റെ മകൻ. அவன் தேவனுடைய மகன். ഇന്ന് പകൽക്കാലം ഞാൻ ദൈവ പിള്ള എന്ന് പറയുന്നവർ കരങ്ങളെ ഉയർത്തി നല്ലവരെ കന്യാകുമാരി ഹല്ലേലൂയ പറ. இந்த பகல் நான் தேவனுடைய பிள்ளை என்று சொல்லுகிறவர்கள் நல்லவர்கள் கன்னியாகுமரி அல்லேலூயா சொல்லலாமே. ഓ വേദപുസ്തകം പറയുന്ന ആദാം ദൈവത്തിന്റെ മകനായിരുന്നു. ஆதாம் தேவனுடைய மகனாய் காணப்பட்டான். എന്നിട്ട് അപ്പനും മോനുമായിട്ട് അങ്ങ് നടക്കാൻ തുടങ്ങി. அப்படி தகப்பனும் மகனுமாக அப்படி நடக்க ஆரம்பித்தார்கள். എന്നിട്ട് ദൈവം ഇങ്ങനെ പറഞ്ഞു, தேவன் இப்படி சொன்னார், ആദമേ, ஆதாமே, ഈ ഭൂമിയെ ഞാൻ സൃഷ്ടിച്ച് നിനക്ക് തന്നിരിക്കുക. இந்த பூமியை நான் சிருஷ்டித்து உன் கையிலே கொடுத்திருக்கிறேன். നീയാണ് ഇതിന്റെ വൈസ്രോയി, நீதான் இதனுடைய மேல்நோட்டக்காரன், നീയാണ് ഇതിന്റെ ഗവർണർ, നീ അതിനെ നോക്കി நீதான் നടത്തേണ്ടത്. இதனுடைய ஆளுநர், நீதான் எல்லாவற்றையும் எல்லாம், നീയാണ് ഇതിന് എല്ലാം അധികാരിയായിരിക്കണം. இதற்கு எல்லாவற்றையும் நீதான் அதிகாரியாக இருக்க வேண்டும். എല്ലാ ദിവസവും സ്തോത്രം ദൈവം ഇറങ്ങി വരികയാണ്. ஓ எல்லா நாட்களும் ஆண்டவர் இறங்கி வருகிறார். പക്ഷെ ഒരു ദിവസം ദൈവം പറഞ്ഞു, ஒரு நாள் தேவன் சொல்லுகிறார், അയ്യോ നീ ഒത്തിരി ഒറ്റയ്ക്കിരിക്കുക. ஐயோ நீ தனிமையாக இருக்கிறாய், தனிமையாக இருக்கிறாய். നീ ഒറ്റയ്ക്കിരിക്കുന്നത് കൊണ്ട് ഞാൻ നിനക്ക് തനിയായിരിക്കുന്ന നിനക്ക് വേണ്ടി ഞാൻ സ്തോത്രം അതെ ഒരു തക്ക തുണയെ ഉണ്ടാക്കി തരാം. நீ தனிமையாக இருக்கிறபடியினாலே நான் உனக்கு ஏற்றதான ஒரு நபரை உனக்காக நான் ஏற்படுத்தி தருவேன். ആദാം പിള്ളക്ക് സ്റ്റോറി പറഞ്ഞു. ஆதாம் பிள்ளைகளுக்கு இப்படி கதை சொன்னார். അങ്ങനെ ഞാനും എന്റെ പാട്ടിയമ്മയും അതെ ദൈവത്തിന്റെ തോട്ടത്തിലുണ്ടായി. அப்படி நானும் பாட்டியம்மாவும் சேர்ந்து தேவனுடைய தோட்டத்திலே காணப்பட்டோம். ഞങ്ങൾ മഹിമയിലായിരുന്നു. நாங்கள் மகிமையில் இருந்தோம். എല്ലാറ്റിനും ദൈവം ഉണ്ടാക്കുകയാണ്. எல்லாவற்றையும் தேவன் உண்டாக்கினார். എല്ലാ മൃഗങ്ങൾ വരികയാണ്. எல்லா மிருகங்களும் வருகிறது. ഒരു വലിയ പക്ഷി വന്നു, ഒരു വലിയ പക്ഷി വന്നു, மிகப்பெரிய ஒரு பறவை வந்தது. അപ്പൊ അതിന് ഞാൻ പേരിട്ടു. ദൈവം പറഞ്ഞു, നീ ഇടുന്നതായിരിക്കും പേര്. தேவன் சொன்னார், நீ அவைகளுக்கு என்ன பேர் இடுகிறாயோ அதுதான் பேரு. ഞാൻ ആ വലിയ പറവയ്ക്ക് പേരിട്ടു ഒട്ടക പക്ഷി. நான் அந்த பெரிய பறவைக்கு இப்படி பேரிட்ட ஒட்டக பட்சி என்று. തമിഴിലെ ഒട്ടക പക്ഷി. റിയലി തമിഴ്നാട്ടിൽ നിറയെ ഒട്ടക പക്ഷിയുണ്ടോ? ഓ കമാൻ. ദൈവം പറഞ്ഞു, ഇതാ തത്ത പറന്നു വരുന്നപ്പോ ആദാം പറഞ്ഞു, തത്ത வரும்போது ஆதாம் சொல்ல, தாத்தா. താത്തയല്ല, പാരറ്റ്. ഓ കിളി. ദൈവം എന്നിട്ട് ആദാം പറഞ്ഞു, അതിന്റെ പേര് കാക്ക. കാക്കയെ பார்த்து അതിന്റെ പേര് കാക്കൈ. അതിന്റെ പേര് പൂന, പൂനൈ. പിന്നെ അടുത്ത് കാള. കാളൈ. 10,000 മൃഗങ്ങളും പക്ഷികളും വരിക. 10,000 மிருகங்களும் பறவைகளும் வருகிறது. ലക്ഷക്കണക്കിന് സ്പേഷ്യസ് ജീവജാലങ്ങൾ വരികയാണ്. ഓ ലക്ഷക്കണക്കാன ജീവജാലങ്ങൾ வருகிறது. ഓ അനേക ജന്തുക്കൾ വരികയാണ്. ലക്ഷക്കണക്കിന് ജന്തുക്കൾ വരികയാണ്. ലക്ഷക്കണക്കാன ജന്തുക്കൾ வருகிறது. ദൈവമല്ല പേരിട്ടത്. தேவன் அவைகளுக்கு பேர் போடவில்லை, മനുഷ്യനാണ് പേരിട്ടത്. மனிதன் தான் அவைகளுக்கு பேர் போட்டான். ആദാമാണ് പേരിട്ടത്. ஆதாம் அவைகளுக்கு பேரிட்டான். ആദാം പിള്ളേരെ നോക്കി കഥ പറയുക. ஆதாம் பிள்ளைகளை பார்த்து கதை சொல்லுகிறான். സ്തോത്രം, ഞാനാണ് അവറ്റകൾക്കെല്ലാം പേരിട്ടത്. நான் தான் இவைகளுக்கெல்லாம் பேரிட்டேன். ഞാനാണ് ഇതിനൊക്കെ പേരിട്ടത്. நான் தான் இவைகளுக்கெல்லாம் பேரிட்டேன். തിരുവനന്തപുരത്ത് എനിക്കൊരു കുട്ടി സഭയുണ്ട്. തിരുവനന്തപുരത്തിലെ എനിക്ക് ഒരു ചെറു സഭ ഉണ്ട്. ഒരു 50 പേരുടെ പേരെ എനിക്കറിയത്തുള്ളൂ. எனக்கு ஒரு 50 பேருடைய பேர் தான் தெரியும். 51வது ഒരാൾ വന്നാ ഞാൻ ചെയ്യും, ബ്രദർ പേരെന്നാ? 51வது நபர் வந்தால் நான் கேட்பேன், பிரதர் உங்க பேர் என்ன? സിസ്റ്റർ പേരെന്നാ? സിസ്റ്റർ உங்க பேர் என்ன? നമ്മുടെ കേരള ബുദ്ധിക്കും തമിഴ്നാട് ബുദ്ധിക്കും എല്ലാം ഒരു എൽഗയുണ്ട്. നമ്മുടെ കേരള ബുദ്ധിക്കും തമിഴ്നാട് ബുദ്ധിക്കും എല്ലാം ഒരു കോഡ് இருக்கிறது. എന്നാൽ ആദാം പറയുന്നു, ஆனால் ஆதாம் சொல்லுகிறார், ലക്ഷക്കണക്കിന് ജന്തുക്കൾ വന്നപ്പോഴേക്കും
லட்சக்கணக்கான ஜந்துக்கள் வரும் பொழுது ആദാമിന് എന്നാ മെമ്മറി പവർ ஓ എന്നറിയോ? ஆதாமுக்கு என்ன மெமரி பவர்? ഒരു നോട്ട് ബുക്ക് ഇല്ല, ஒரு நோட் புக் இல்ல, ഒരു പേപ്പർ ഇല്ല, பேப்பர் இல்ல, ഒരു ബുക്ക് ഇല്ല. ஒரு புத்தகம் இல்ல. പക്ഷെ മഹിമയിൽ ഭയങ്കര മെമ്മറി പവർ. ஆனா மகிமையில் அவனுக்கு பயங்கரமான மெமரி பவர். കമാൺ കമാൺ, വേണമെങ്കിൽ എടുത്തോ, വേണമെങ്കിൽ എടുത്തോ. உங்களுக்கு தேவைப்பட்டா எடுத்துடுங்க, தேவைப்பட்டா எடுத்துடுங்க. യേശുവിന്റെ നാമത്തിൽ இயேசுவின் நாமத்தினாலே മഹിമയിൽ ഭയങ്കര ജ്ഞാപക ശക്തി ஓ ഇരുന്നു. மகிமையில் பயங்கரமான ஞாபக சக்தி உண்டு. സ്തോത്രം. എല്ലാറ്റിനും ആദമാണ് പേരിട്ടത്. எல்லாவற்றையும் ஆதாம் அவைகளுக்கு பேரிட்டான். ആ പിള്ളേർ ഇങ്ങനെ വായും പൊളിച്ചു നോക്കിയിരുന്നു. அந்த பிள்ளைகள் எல்லாரும் இப்படி வாய் திறந்து பார்த்து கொண்டிருந்தார்கள். റിയലി താത്ത, உண்மையாகவே தாத்தா, ആ ആനക്ക് നിങ്ങളാ പേരിട്ടെ, ஓ யானைக்கு நீங்க தான் பேர் போட்டீங்களா? പൂനക്ക് നിങ്ങളാ പേരിട്ടെ, பூனைக்கு நீங்க தான் பேர் போட்டீங்களா? മുള്ളുള്ള പന്നിക്ക് മുള്ളം പന്നി എന്ന് നിങ്ങളാ அந்த പേരിട്ടെ. முள்ளுள்ள பன்றிக்கு முள்ளம் பன்றி நீங்களா பேர் போட்டீங்க? അടുത്തിരിക്കുന്നവരെ നോക്കാതെ ഒരു ഹല്ലേലൂയ പറ. பக்கத்துல இருக்கிற பாராதபடி நீ கர்த்தரை ஒரு நல்ல ஒரு அல்லேலூயா சொல்லு. ഹല്ലേലൂയ. ஹalleluya. ആ അന്നത്തെ ദിവസം കഥ എഴുതിയിരിക്കുകയാണ്. அந்த நாட்கள கதை നടന്നത്. അന്നത്തെ ദിവസം കഥ തീർന്നപ്പോ அந்த நாட்கள கதை தீர்ந்த போது പിള്ളേരെല്ലാം തിരിച്ചു പോയി. பிள்ளைகள் எல்லாம் திரும்பி போனார்கள். എല്ലാവരും സൈഡിൽ നിൽക്കുക, സൈഡിൽ കൂടെ നടക്കുന്ന എല്ലാവരും നോക്കി പറയും എന്നാ കഥ, എന്നാ ஓ കഥ. பிள்ளைகள் மாறி மாறி பக்கத்துல இருந்து பார்க்கணும், பிள்ளைகளை பார்த்து சொல்லி என்ன கதை என்ன கதை. പക്ഷെ ഒരുത്തൻ മാത്രം മേലോട്ട് നോക്കി. ஆனால் ஒருவன் மட்டும் மேல் பார்த்து கொண்டு நிற்கிறான். ഓ ബാക്കിയുള്ളവർ എന്നാ കഥയെന്ന് പറഞ്ഞപ്പോ மீதி உள்ளவர்கள் எல்லாரும் என்ன கதை என்று சொல்லும் பொழுது യവൻ മാത്രം പറഞ്ഞു എന്നാ മഹിമ, എന്നാ இவன் மட்டும் சொல்லு என்ன மகிமை என்று சொல்லி மேல் நோக்கி பார்த்து கொண்டு சொல்லுகிறான். എന്നാ മഹിമ, என்ன மகிமை, എന്നാ ആണ്ടവരെ, என்ன ஆண்டவர், എന്നാ സൃഷ്ടികർത്താവ്, என்ன சிருஷ்டிகர், ഓ എന്നാ ആണ്ടവരെ. என்ன ആண்டவர். ഓ ഇന്ന് പകലും ആരൊക്കെ എന്തോ പ്രസംഗം എന്ന് പറയുമ്പോ இந்த பகல் வேளை என்ன பிரசங்கம் என்று சொல்லும் பொழுது ചിലർ പറയും എന്തോ കർത്താവ്. ஓ என்ன சிலர் சொல்லுகிறார்கள் என்ன ஆண்டவர் என்று சொல்லி மகிமைப்படுத்துகிறார்கள். ഹല്ലേലൂയ. ஹalleluya. അടുത്ത ദിവസമായപ്പോഴോ, அடுத்த நாள் வந்த போது, അടുത്ത നെക്സ്റ്റ് ഡേ அடுத்த நாள் வந்த போது പിള്ളേർ അതുപോലെ ആദാം താത്തയുടെ അടുത്ത് കഥ കേൾക്കാൻ ഓടി വന്നു. மறுபடி பிள்ளைகள் மறுநாளும் ஆதாம் தாத்தாவிடத்தில் கதை கேட்கும்படி வந்தார்கள். ഞാൻ 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും ആയിരുന്നപ്പോ நான் 5ஆம் வகுப்பு 6ஆம் வகுப்புல எல்லாம் படிக்கும் பொழுது എന്റെ താത്തയുടെ റൂമിലാണ് ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത്. என்னோட தாத்தாவுடைய ரூமில் தான் நான் தூங்குவதற்காய் போவேன். ചെറിയ കട്ടിലിൽ ഞാൻ കിടക്കും, വലിയ കട്ടിലിൽ താത്ത കിടക്കും. சின்ன கட்டில நான் படுத்திருப்பேன், பெரிய கட்டில தாத்தா படுத்திருப்பார். താത്ത വന്ന് കഥ പറയാൻ തുടങ്ങും. தாத்தா வந்து கதை சொல்ல ஆரம்பிப்பார். ഒരിടത്ത് ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു. ஒரு இடத்துல ஒரு அரண்மனை இருந்தது. ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ஒரு இடத்துல ஒரு ராஜா இருந்தார். ഒരിടത്ത് ഒരു കുതിര ഉണ്ടായിരുന്നു. ஒரு இடத்துல ஒரு குதிரை இருந்தது. ആ കഥയും കഥ പറഞ്ഞു തുടങ്ങും. அப்படி அவர் இப்படியாக கதை சொல்ல ஆரம்பித்தார். ഒരു കഥ പോലും ഞാൻ കംപ്ലീറ്റ് കേൾക്കത്തില്ല, അതിനു മുമ്പ് ഞാൻ ഉറങ്ങും. ஒரு கதை கூட நான் முழுமையாய் கேட்டதில் அதற்கு முன்னாக நான் தூங்குவேன். 34 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ കഥ പറയുക. 34 ആണ്ടുകളാக நான் இப்படி கதை சொல்லுகிறேன். ഒരൊറ്റ കഥ പോലെ കംപ്ലീറ്റ് പലരും കേൾക്കത്തില്ല. അതിനിടയ്ക്ക് ചിലരുന്ന് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഉറങ്ങും, ജനത്തിന്റെ ഇടയിൽ ഇരുന്നു. ஒரு கதை கூட முழுமையாய் கேட்டதாக இல்லை. சிலர் மேடையில் இருந்து தூங்குவார்கள், சிலர் மைதானத்தில் இருந்து தூங்குவார்கள். തൂങ്ങിയിരിക്കുന്ന എല്ലാവരും കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ சொல்லுங்க. தூங்குறவங்க கரங்களை உயர்த்தி அல்லேலூயா சொல்லலாமே. ഉണർന്നിരിക്കുന്ന എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഉണർന്നിരിക്കുന്നവர்கள் அல்லேலூயா சொல்லலாம். പിറ്റേ ദിവസം പിള്ളേർ ആദാമിന്റെ അടുക്കലേക്ക് ഓടി വന്നു. மறுநாளிலே பிள்ளைகள் ஆதாமிடத்தில் வந்தார்கள். വന്നിട്ട് കഥ കേൾക്കാൻ തുടങ്ങി. അവർ കഥ കേൾക്കാൻ ആരംഭിத்தார்கள். ആദാം പറഞ്ഞു, ஆதாம் சொன்னான், മഹത്വത്തിൽ എന്നാ അധികാരം ഇരുന്നെന്നറിയോ? மகிமையில் எப்படிப்பட்ட அதிகாரத்தில் இருந்தேன் என்று தெரியுமா? ഞാൻ എന്തോ പറയോ അതായിരുന്നു ഈ ലോകത്തെ നടന്നത്. நான் எதை சொன்னேனோ அதுதான் இந்த உலகத்தில் நடந்தது. കാരണം ഞാൻ ദൈവത്തിന്റെ മകനാ. காரணம் நான் தேவனுடைய மகன். ഞാൻ മകനായതുകൊണ്ട് ദൈവം പറഞ്ഞു, நான் அவருடைய பிள்ளையானவனால் அவர் சொன்னார், എല്ലാറ്റിനും നീ ഭരിക്കണം, எல்லாவற்றையும் நீ ஆண்டு கொள்ள வேண்டும், എല്ലാറ്റിനും നീ ഭരിക്കണം, எல்லாவற்றையும் நீ ஆண்டு கொள்ள வேண்டும். ഒരു ഈച്ച പോലും നിന്നെ ഭരിക്കല്ല. ஒரு ஈச்ச கூட ஒன்னே ஆண்டு கொள்ள கூடாது. നീ ദൈവത്തിന്റെ മകനാണെങ്കിൽ, நீ தேவனுடைய மகனானும், പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ നീ ഭരിക്കണം. பாம்புகளையும் தேள்களையும் சாத்தானுடைய சகல அதிகாரங்களையும் நீ ஆண்டு கொள்ள வேண்டும். ഒന്നും നിന്നെ ഭരിക്കല്ല. ஒன்றை ஆண்டு கொள்ள கூடாது. ഒരു കടഭാരവും നിന്നെ ഭരിക്കല്ല. ஒரு கடன் பிரச்சனை உன்னை ஆளக்கூடாது. ഒരു പ്രശ്നവും നിന്നെ ഭരിക്കല്ല. ஒரு பிரச்சனை உன்னை ஆளக்கூடாது. സകലതും നിന്റെ കാൽ കീഴിലായിരിക്കണം. சகலவற்றையும் உன்னுடைய பாதங்களை கீழே போட வேண்டும். കാരണം നീ ദൈവത്തിന്റെ മകനാണ്. காரணம் நீ தேவனுடைய மகன். ഞാൻ അങ്ങനെ മഹത്വത്തിൽ നടക്കുകയായിരുന്നു. நான் அப்படியே மகிமையில நடக்கும் பொழுது ഞാനാണ് എല്ലാറ്റിനും പേരിട്ടത്. நான் தான் எல்லாவற்றுக்கும் பேர் போட்டேன். എല്ലാറ്റിനും ഭരിച്ചത് ഞാനാണ്. எல்லாவற்றையும் ஆளுகை செய்த நான். മഹത്വത്തിൽ ദൈവം ഇറങ്ങി വരിക. மகிமையிலே கர்த்தர் இறங்கினார். അന്നത്തെ കഥ കഴിഞ്ഞു. அந்த நாட்கள் கதை முடிந்தது. ദിവസമായി அடுத்த
கானானுக்கு போகிறார். പിള്ളേര് ഇതാ ഓടി വരുന്നു. பிள்ளைகள் மறுபடி வருகிறார். അപ്പോ വീണ്ടും ആദാം പറയൂ, அப்பொழுது மறுபடியும் ஆதாம் சொல்கிறார், ഒരു പ്രത്യേക സ്ഥലത്ത് ഞാനും പാട്ടിയും ഇങ്ങനെ കാത്തു നിൽക്കും. ஒரு குறிப்பிட்ட இடத்திலே நானும் பாட்டியும் காத்திருந்த போது അപ്പൊ ദൈവം ഇറങ്ങി വരും. அந்த நேரத்தில் தேவன் இறங்கி வந்தார். ദൈവം ഇറങ്ങി വരും. தேவன் இறங்கி வருவார். ദൈവം ഇറങ്ങി വരും. தேவன் இறங்கி வருவார். അയ്യോയ്യോ താത്ത, അതിനർത്ഥം താത്ത ദൈവത്തോട് കൂടെ ഇരിക്കണമെന്നതിനേക്കാളും ദൈവത്തിന് താത്തയുടെ കൂടെ ഇരിക്കണം. ஓ, இங்கே தாத்தா சொல்லுகிறாரு, நான் கர்த்தரோடு கூட இருக்க வேண்டும் என்று சொல்லும் பொழுது ஆண்டவர் சொல்லுகிறார், நான் தாத்தாவோடு கூட இருக்க வேண்டும். ആമേൻ. ஆமென். ദൂതൻ, നീ ദൈവത്തോട് കൂടെ ഇരിക്കണം എന്നതിനേക്കാൾ ദൈവം നിന്റെ കൂടെ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. ஒரு தீர்க்கதரிசனமாய் சொல்லுகிறோம், நீங்கள் தேவனோடு கூட இருக்க விரும்புகிறதை காட்டிலும் கர்த்தர் உங்களோடு கூட இருக்கும்படி விரும்புகிறார். യെസ് യെസ് യെസ്, കൈതട്ടണ നല്ല கரங்களை கொட்டுகிறவர் கரங்களை கொட்டி, நல்ல முறை கரங்களை கொட்டி திரியக தேவனுடைய நாமத்தை மகிமைப்படுத்தலாமே. നീ ദൈവത്തോട് കൂടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ ദൈവം ഇറങ്ങി വരുന്നു. ദൈവം 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 നിന്റെ കൂടെ ഇരിപ്പാൻ நீங்கள் ആഗ്രഹിക്കുന്നു. தேவனோடு கூட வாசம் பண்ண வேண்டும் என்கிறதை காட்டிலும் கர்த்தர் சொல்ல, நான் உங்கள் நடுவில் வாசம் பண்ணும்படி விரும்புகிறேன் என்று சொல்லுகிறார். ആദം പറഞ്ഞു, ஆதாம் சொல்லுகிறார், ഞാൻ ദൈവത്തോട് കൂടെ നടക്കുകയായിരുന്നു. நான் தேவனோடு கூட நடக்கிறேன். അപ്പൊ പിള്ളേര് ചോദിച്ചു, താത്ത ദൈവം എങ്ങനെ ഇരിക്കും? அப்பொழுது பிள்ளைகள் தாத்தாவை பார்த்து கேட்கிறார்கள், தாத்தா ஆண்டவர் எப்படி இருப்பார்? അപ്പൊ ആദാം താത്ത ഇങ്ങനെ പറഞ്ഞു. அப்பொழுது ஆதாம் தாத்தா இப்படி சொன்னார், ദൈവം എന്നെ ദൈവം ദൈവത്തെ പോലെയാ സൃഷ്ടിച്ചത്. என்னை ஆண்டவர் அவரை போல சிருஷ்டித்தார். റിയലി? உண்மைதானே? ഇതേമാതിരിയാ ദൈവം ഇരിക്കുന്നത്? இதை போலதான் தெய்வம் இருக்கிறாரா? ഇതേപോലെയാ ദൈവം ഇരിക്കുന്നത്? இதை போலதான் தேவன் இருக்கிறாரா? അയ്യേ, അങ്ങനെ ഒരു വല്ലാത്ത ഉണങ്ങി, ഒരു വല്ലാത്ത വാളംപുളി പോലെ, ഒരു ഉണങ്ങിയ കത്തിരിക്ക പോലെ താത്ത ഇരിക്കുന്നത്. இங்க தாத்தா உங்களை மாறி போய் உணங்கி போன ஒரு புளிய போல, ஒரு கத்திரிக்காய் போல தான் இருக்கிறாரா? ഇപ്പൊ ഇതാണ്ട ചുളുങ്ങിയൊക്കെ ഇരിക്കുന്നത്. இப்ப பாருங்க, தோலெல்லாம் சுருங்கி இருக்கிறது. അയ്യോ, വല്ലാതെ വേർക്കുന്നു, மோசமாக வேர் வருகிறது, നല്ല ക്ഷീണം ഇരിക്കുന്നു. ரொம்ப ക്ഷീണமா இருக்கிறது. താത്ത ഇങ്ങനെയാണോ ദൈവം ഇരിക്കുന്നത്? தாத்தா இப்படிதான் ஆண்டவர் இருப்பாரா? അത് ഇടയ്ക്കൊരു പ്രശ്നം പറ്റി. அது இடையில ஒரு பிரச்சனை வந்தது. ഇടയിലൊരു പ്രശ്നം വന്നു. இடையில ஒரு பிரச்சனை வந்தது. താത്ത എന്നാ പ്രശ്നം ഉണ്ടായി? தாத்தா அப்படி என்ன பிரச்சனை? താത്ത ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നല്ല നോക്കി. தாத்தா வலதுபுறமும் இடதுபுறமும் நன்றாக பார்த்தார். എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, പാട്ടി വരണമെങ്കിൽ പറയണേ. அப்படி இப்படி சொன்னார், பாட்டி வருவாருன்னு சொன்ன சொல்லணும்னா, പാട്ടി വരണമെങ്കിൽ പറയണേ. பாட்டி வந்தாங்க சொன்னாங்க. ഞങ്ങളെല്ലാം വളരെ നന്നായിരുന്നപ്പോ நாங்கள் எல்லாம் நன்றாக இருந்த போது ഒരു ദിവസം ഒരു പാമ്പ് വന്നു. ஒரு நாள் ஒரு பாம்பு வந்தது. ഒരു പാമ്പ് വന്നു. ஒரு பாம்பு. ആ പാമ്പിന്റെ വാലിനേക്കാൾ നിന്റെ പാട്ടിയുടെ നാക്കിന് നീളം ഒരു ദിവസം കൂടി. அந்த பாம்புடைய வாலுடைய நீளத்தை விட உன்னுடைய பாட்டியுடைய நாவுடைய நீளம் ஒரு நாள் கூடிச்சு. பாஸ்டர், ஒரு ஆண்டி என்னை பார்த்து முறைத்திட்டே இருக்காங்க. பாஸ்டர், ஒரு ஆண்டி என்னை பார்த்து முறைச்சு பார்க்கறாங்க. ஹல்லேலூயா, ஹல்லேலூயா. ஆதாம் പറഞ്ഞു, ஆதாம் சொன்னார், அது வரைக்கும் எல்லாம் ரொம்ப நல்லதா இருந்தது. அது வரைக்கும் எல்லாம் நல்லா தான் இருந்தது. ஆனா ஒரு கஷ்ட காலത്തിന്റെ ഒരു ദിവസം, ஒரு கஷ்டமான நாட்கள் ஒரு நாள், ആ വന്ന പാമ്പിന്റെ വാലിനേക്കാൾ നിന്റെ പാട്ടിയുടെ നാക്കിന്റെ നീളം കുറച്ചു കൂടി പോയി. அந்த பாம்புடைய வாலை விட பாட்டியுடைய நாவுடைய நீளம் அதிகமாக இருந்தது. നിങ്ങൾക്ക് ആ കഥ അറിയാം, ഞാൻ അത് വിടുക. உங்களை அந்த கதை தெரியும், நான் அதை விடுகிறேன். സ്തോത്രം. ആദാം പറഞ്ഞു, அந்த ஆதாம் சொன்னார், അന്ന് എന്റെ കഷ്ടകാലം തുടങ്ങി. அன்னைக்கு என்னுடைய கஷ்டகாலம் ஆரம்பித்தது. ഞങ്ങൾ വിചാരിച്ചു, நாங்கள் இப்படி நினைத்தோம், ഞങ്ങൾ വെളിയിൽ ഇറങ്ങുമ്പോഴേക്കും സാത്താൻ ഞങ്ങളെ നിർമ്മാണിയായതുകൊണ്ട് പരിഹസിച്ചു കൊല്ലുമെന്ന്. நாங்க வெளியே போகும்பொழுது எங்கள் நிறுவனமாக்கி சாத்தான்களை பரிகசித்து கொல்லுவான் என்று. ഓ, ഞങ്ങളെ സാത്താൻ അതെ പരിഹസിക്കുമെന്ന് വിചാരിച്ചു. சாத்தான்களை பரிகசிப்பான் என்று நினைத்தோம். എന്നാൽ ദൈവം ഞങ്ങളെ പരിഹസിക്കാൻ വിട്ടില്ല. ஆனால் ஆண்டவர் எங்களை பரிகசிக்கும்படி விடவில்லை. മാർത്താണ്ഡത്തെ നീ പരിഹാസപാത്രമാകത്തില്ല. ஓ மார்த்தாண்டம் தேசத்தில் நீ பரிகாசம் சின்னமாய் மாற மாட்டாய். എനിക്കറിയത്തില്ല നീ നാറൂലാണോ തിരുനെൽവേലിയാണോ മധുരയാണോ ചെന്നൈയാണോ എവിടെ നിന്ന് വന്നെന്ന് எனக்கு தெரியாது. நீங்க நாகர்கோவிலோ திருநெல்வேலியோ மதுரையோ சென்னையோ எங்க இருந்து வந்திருக்கலாம் என்று சொல்லி எனக்கு தெரியாது. എവിടെയാണോ നീ ആയിരിക്കുന്നത് അവിടെ നീ പരിഹാസപാത്രമാകത്തില്ല. ഗണത്തുക്കുറിയ പാത്രമായി ദൈവം തന്നെ ആശീർവദിക്കും. எந்த இடத்தில் இருந்தால் பரிகாசத்தில் சின்னமாய் மாற மாட்டீர்கள், நீங்கள் கனத்துக்குரியவர்களாய் மாறுவீர்கள் என்று சொல்கிறார். ഓ, ആദാമും ഹവ്വയും നിർവാണികളായി വെളിയിൽ ഇറങ്ങുമ്പോൾ, ആദാമും ഏവാളും നിർവാണമായി വെളിയെ വരും പൊழுது ഒറിജിനൽ ടെക്സ്റ്റ് പറയുന്നു. ഒറിജിനൽ ടെക്സ്റ്റ് இப்படி சொல்கிறது, ദൈവം ഒരു ആട്ടിൻകുട്ടിയെ കൊന്ന്, ஆண்டவர் ஆட்டுக்குட்டியை கொன்று ഒരു വസ്ത്രത്തെ ഉണ്ടാക്കി, ஒரு ஆடையை உண்டு பண்ணினார். ദൈവം ആദാമിനെയും ഹവ്വയെയും അവരെ കവർ ചെയ്ത് പുറത്തേക്ക് ഇറക്കി. அந்த ஆதாமையும் ஏவாளையும் ஆண்டவர் அவருடைய நிர்வாணத்தை மூடி வெளியே கொண்டு வந்தார்.
ആദാം പിള്ളേരെ നോക്കി പറഞ്ഞു, ஆதாம் பிள்ளைகளை பார்த்து சொன்னார், നോക്ക് ആ ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ വസ്ത്രം നോക്ക്, பாரு பாரு அந்த சுவரிலே தொங்க விடப்பட்டிருக்கிறது அந்த ஆடையை பார், നോക്ക് ആ കോട്ട്, നോക്ക് ആ കോട്ട്, பாரு அந்த கோட்டை பாரு. അത് ആര് തച്ചെന്നറിയാ? அது யார் தைத்தது தெரியுமா? അത് ലൂയി ഫിലിപ്പ് അല്ല, அது லூயி பிலிப் அல்ல, അത് റെയ്മണ്ട് അല്ല, அது ரைமண்ட் கிடையாது, അത് സ്തോത്രം അമേരിക്കൻ റാൽഫ് ലോറൻ പോളയല്ല, அது അമേരിക്കൻ ലാപ്ടൺ ഫ്ലോറൽ അല്ല, പോളയല്ല അതുണ്ടാക്കി. അതല്ല. ഒന്നാമത്തെ സ്റ്റിച്ചിങ് സെന്റർ, ഒന്നാമത്തെ സ്റ്റിച്ചിങ് ദൈവം ആണ്. അത് முதல்ல ஆடை வடிவமைத்தது பரலோகத்தின் ஆண்டவர். ദൈവം എനിക്ക് വേണ്ടി തന്ന കോട്ട അത്. தேவன் எனக்காக தந்ததான ஒரு கோட்டு. പിള്ളേരെല്ലാരും പറഞ്ഞു, பிள்ளைகள் எல்லாரும் சொன்னார்கள், അയ്യോ എന്നാ കോട്ട്, ஓ என்ன அருமையான கோட்டு, എന്നാ കഥ, என்ன கதை, എന്നാ സ്തോത്രം, അതെ കഥ, என்ன கதை, എന്നാ നല്ല കോട്ട്. என்ன நல்ல கோட்டு. എല്ലാവരും സൈഡ് നോക്കി, സൈഡിൽ നോക്കി, എന്നാ നല്ല കോട്ട്, എന്നാ നല്ല കോട്ട് എന്ന് எல்லாரும் പറഞ്ഞു. அக்கம் பக்கம் பார்த்து என்ன நல்ல கோட்டு, நல்ல கோட்டு என்று சொன்னார்கள். ഒരുത്തൻ മാത്രം മേലെ നോക്കി, ஒருவன் மட்டும் மேலே பார்க்கிறான். അവൻ പറഞ്ഞു, കോട്ടല്ല വലുത്, அவன் சொன்ன கோட்டல்ல பெருசு, കോട്ടിനെ നിർമ്മിച്ചവനാണ് വലുത്. கோட்டை நிர்மித்தவர் பெரியவர். മഹിമയുടെ ഉടമസ്ഥനാണ് വലിയവൻ. ஓ மகிமையினுடைய உன்னதமானவர் பெரியவர். അയ്യോ സൃഷ്ടികർത്താവാണ് വലിയവൻ. சிருஷ்டிகர்த்தர் பெரியவர். താത്താ, தாத்தா ഇതെങ്ങനെ സാധിച്ചു? இது எப்படி நடந்தது? അത് ഞാൻ മഹിമയിൽ നടന്നപ്പോ ഇതെല്ലാം നടന്നു. இது நான் மகிமையில் நடக்கும்போது நன்றாக நடந்தேன். മഹിമയിൽ നടന്നാൽ എല്ലാം നടക്കും. மகிமையில் நடக்கும்போது எல்லாம் நடக்கும். കമോൺ കമോൺ, മഹിമയിൽ നടന്നാൽ എല്ലാം നടക്കും. மகிமையில் நடந்தால் எல்லாம் நடக்கும். മാംസത്തിൽ നടന്ന ഒന്നും നടക്കത്തില്ല. மாம்சத்தில் நடந்தால் ஒன்று நடக்காது. മഹിമയിൽ നടന്നാൽ സൂപ്പർ നാച്ചുറൽ, സൂപ്പർ നാച്ചുറൽ. മഹിമയിൽ നടന്നാൽ സൂപ്പർ നാച്ചുറൽ നടക്കും. சூப்பர் நேச்சுரல் நடக்கும். സ്തോത്രം പ്രകൃത്യാതീതമായി മഹിമയിൽ നടന്നാൽ എല്ലാം നടക്കും. இயற்கைக்கு அப்பாற்பட்டதான மகிமையில் நடந்தால் என்ன நடக்கும்? കരങ്ങളെ ഉയർത്തി ചൊല്ലുക ഹല്ലേലൂയ. உயர்த்தி சொல்லுங்க ஹalleluya. ഓ നൂറുകണക്കിന് കുട്ടികൾ പറഞ്ഞു, അയ്യോ സ്തോത്രം എത്ര നല്ല കോട്ട്. ஓ நூற்றுக்கணக்கான பிள்ளைகள் சொன்னார்கள், ஐயோ எவ்வளவு அருமையா இருக்கிறது கோட்டு. എത്ര നല്ല സ്തോത്രം മഹിമയിൻ കഥ. ஓ எவ்வளவு அருமையா இருக்கிறது மகிமையின் கதை. എല്ലാവരും ചുറ്റും നോക്കിയപ്പോൾ எல்லாரும் சுற்றுப்புறங்கள் பார்க்கும் பொழுது ഒരുത്തൻ മാത്രം മേലോട്ട് നോക്കി. ஒருவன் மட்டும் மேலே பார்க்கிறான். അവൻ ദൈവത്തോട് അവൻ മേലോട്ട് നോക്കി ചോദിച്ചു, அவன் மேலே பார்த்து கேட்டான், Is it possible to walk in glory? இது மகிமையில் நடக்க முடியுமா? മഹത്വത്തിൽ നടക്കാൻ സാധിക്കോ? இப்படி நான் மகிமையில் நடக்க முடியுமா? അവൻ താത്തയോട് ചോദിച്ചു, താത്ത മഹത്വത്തിൽ നടക്കാൻ പറ്റോ? அவன் தாத்தாவை பார்த்து கேட்டான், தாத்தா மகிமையிலே நடக்க முடியுமா? ആദാം പറഞ്ഞു, എനിക്കറിയത്തില്ല. ஆதாம் சொன்னான், எனக்கு தெரியாது. ഒരിക്കൽ ഞാൻ മഹത്വത്തിൽ നടന്നു, ஒரு விஷயம் நான் மகிமையில் நடந்தேன், പക്ഷെ ഇപ്പൊ എല്ലാം പോയി. ஆனா இப்பொழுது எல்லாம் போய்விட்டது. ഇന്ന് പലർക്ക് അതാണ് പറയാനുള്ളത്. இன்றைக்கு அநேகருக்கு அதுதான் சொல்ல உண்டு. 50 കൊല്ലം മുമ്പ് എന്നാ മഹിമയായിരുന്നു, 50 ஆண்டுகளுக்கு முன்னே என்ன மகிமையா இருந்தது, 40 കൊല്ലം മുമ്പ് എന്നാ മഹിമയായിരുന്നു, 40 ஆண்டுகளுக்கு முன்னே என்ன மகிமையா இருந்தது, സാധുവയ്യ കാലത്ത് എന്നാ മഹിമയായിരുന്നു, சாதுவையாவுடைய காலத்துல என்ன மகிமையா இருந்தது, 1950s എന്നാ മഹിമയായിരുന്നു, 1950 என்ன மகிமையா இருந்தது, 2023 നിനക്ക് മഹിമയുണ്ടോ? ஆனால் 2023 ஆண்டில் அந்த மகிமை உனக்குள்ள உண்டா? ഇന്ന് നിനക്ക് മഹത്വം ഉണ്ടോ? இன்றைக்கு உனக்கு மகிமை உண்டா? ഇന്ന് നിനക്ക് വല്ലമയുണ്ടോ? இன்றைக்கு உனக்கு வல்லமை இருக்கிறதா? ഇന്ന് നിനക്ക് അഗ്നിയുണ്ടോ? உங்களுக்குள்ள அக்கினி இருக்கிறதா? യേശുവിന്റെ നാമത്തിൽ നാം ദീർഘദർശനമായി പറയട്ടെ. இயேசு கிறிஸ்து நாமத்தினால் தீர்க்க தரிசனமாக சொல்லுகிறேன், നഷ്ടപ്പെട്ട മഹത്വം സഭയിൽ വീണ്ടും മടങ്ങി വരുവാൻ പോകുന്നു. சபையில் நஷ்டப்பட்ட மகிமையை கர்த்தர் திரும்ப தரப் போகிறார். കൈത്തട്ടുന്ന നല്ല തട്ടി நல்ல கரங்களை கொட்டி கர்த்தரை மகிமைப்படுத்தலாமே. നഷ്ടപ്പെട്ട മഹത്വത്തെ ദൈവം തിരികെ തരുവാൻ പോകുന്നു. நஷ்டப்பட்டு போன மகிமையை கர்த்தர் திரும்ப தரப் போகிறார். നഷ്ടപ്പെട്ട വല്ലമയും തിരികെ വരുവാൻ പോകുന്നു. நஷ்டப்பட்டு போன வல்லமை கர்த்தர் திரும்ப தரப் போகிறார். നഷ്ടപ്പെട്ട ദർശനത്തെ ദൈവം തിരിച്ചു തരുവാൻ പോകുന്നു. நஷ்டப்பட்ட ஒரு தரிசனத்தை கர்த்தர் திரும்ப தரப் போகிறார். രണ്ട് കരങ്ങളെ ഉയർത്തി കേളുங்க. இரு கரங்களை உயர்த்தி கேளுங்க. തിരികെ തരും കർത്താവേ. ஆண்டவர் அக்கினி இறங்கட்டும். തിരികെ തരും കർത്താവേ. அக்கினி எரிய வேண்டும், அக்கினி எரிய வேண்டும். Let the glory come back. உம்முடைய மகிமை இறங்கி வரட்டும். Oh, let the glory is restored. ஆண்டவரே உம்முடைய மகிமை வெளிப்படட்டும். അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ ഒന്നാക്കണമേ. உம்முடைய மகிமைக்கு வெளிப்படுத்தும்படியாய். ഓ ആദാം പറഞ്ഞു, ஆதாம் சொன்னார், എനിക്കുണ്ടായിരുന്നു, எனக்கு முன்பாக இருந்தது, എനിക്ക് മുമ്പ് ഉണ്ടായിരുന്നു, எனக்கு முன்னாடி இருந்தது, എനിക്ക് പണ്ട് ഉണ്ടായിരുന്നു. எனக்கு இதுக்கு முன்னாடி இருந்தது. സ്തോത്രം. ചിലരിങ്ങനെ പറയാറുണ്ട്, சிலர் இப்படி சொல்லுவார்கள்,
പണ്ട് ഞാൻ പേയെ വിരട്ടി, ஓ முற்காலத்துல பிசாசை விரட்டினேன், ഇപ്പൊ പേ എന്നെ വിരട്ടുന്നു. இப்ப பிசாசு என்ன விரட்டுகிறது? No, 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 no. அப்படி அல்ல. അന്നത്തെ വല്ലമേ നിനക്ക് ഇന്നും அன்றைக்கு ഉണ്ടായിരിക്കണം. இருந்த வல்லமை இன்றைக்கும் இருக்கட்டுமே. യേശുവിന്റെ നാമത്തിൽ இயேசுவின் நாமத்தினாலே നീ വെട്ടപ്പെട്ട വൃക്ഷം പോലെ നിൽക്കുന്നു. நீ வெட்டப்பட்டதான ஒரு மரத்தை போல் இருக்கிறாய். നീ വെട്ടപ്പെട്ട വൃക്ഷം പോലെ നിൽക്കുന്നു. நீ வெட்டப்பட்ட ஒரு மரத்தை போல் இருக்கிறாய். എന്ന ദീർഘദർശനമായി ഞാൻ പറയുന്നു. தரிசனமாய் சொல்லுகிறேன், വെട്ടപ്പെട്ട വൃക്ഷമേ നീ വീണ്ടും പൊട്ടി മുളയ്ക്കുവാൻ പോകുകയാണ്. வெட்டப்பட்ட மரமே நீ மறுபடி கிளை கொடுக்கும்படியாய் விரும்புகிறாய். உஷகோரி பாபா பாபா. ஹalleluya ஹalleluya ஹalleluya. കൈ തട്ടിന നല്ല തട്ടി கரங்களை கொட்டி நல்ல மர கரங்களை கொட்டி ஆண்டவரை மகிமைப்படுத்தலாமே. ஆவிக்குள்ள ஆவியில் நிரம்பினவர்களாய் கரங்களை கொட்டி மகிமைப்படுத்தலாமே. ആർപ്പരിപ്പോമാക ஆர்ப்பரிப்போம். വെട്ടപ്പെട്ട നിന്റെ ഊഴിയം വീണ്ടും പൊട്ടിക്കിളിർക്കുവാൻ പോകുന്നു. ஓ வெட்டப்பட்ட உன்னுடைய ஊழியம் மறுபடியும் முளைத்தெழும்பும்படியாய் விரும்புகிறார். വെട്ടപ്പെട്ട നിന്റെ സഭ വീണ്ടും പൊട്ടിക്കിളിർക്കുവാൻ പോകുന്നു. வெட்டப்பட்ட உன்னுடைய ஊழியம் சபை மறுபடியும் அது கிளிர்த்து எழும்ப போகிறது. നൂറുകണക്കിന് പിള്ളേരെ സൈഡിൽ നോക്കി, நூற்றுக்கணக்கான பிள்ளைகள் அக்கம் பக்கம் பார்த்தார்கள். എന്നാൽ ഹാനോക്ക് മാത്രം മേലോട്ട് നോക്കി. ஆனால் ஏனோக்கு மட்டும் மேலே பார்த்தா. ഓഹോ, is it possible to walk with God? ஆண்டவரோடு நடக்க முடியுமா என்று சொல்லி, ഓ എന്റെ താത്ത പറഞ്ഞു മഹിമയിൽ നടന്നെന്ന്. என்னுடைய தாத்தா சொன்னார் அவர்கள் மகிமையில் நடந்தார்கள் என்று. എനിക്ക് മഹത്വത്തിൽ നടക്കാൻ പറ്റുമോ? அந்த மகிமையில் எனக்கு நடக்க முடியுமா? അധികാരത്തിൽ എനിക്ക് നടക്കാൻ പറ്റുമോ? அப்படிப்பட்ட அதிகாரத்தில் எனக்கு நடக்க முடியுமா? ഒന്നും എന്നെ ആണ്ടുകൊള്ളാതെ എല്ലാത്തിനും എനിക്ക് ആണ്ടുകൊണ്ട് വെറ്റിയിന്മേൽ വെറ്റിയായി ജയത്തിന്മേൽ ജയമായി എനിക്ക് നടക്കുവാൻ പറ്റുമോ? அவைகள் ஒன்றும் என்னை ஆண்டு கொள்ளாமல் எல்லாவற்றையும் நான் ஆண்டு கொண்டு வெற்றி மேல வெற்றி, வெற்றி மேல வெற்றியாய் நடக்க கர்த்தர் கிருபை தருவாரா? ഇന്ന് പകൽക്കാലം സൈഡിൽ നോക്കാതെ മേലോട്ട് നോക്കിയാട്ടെ. இந்த பகல் வேளை அக்கம் பக்கம் பாராதபடி மேல் நோக்கி பார். പരലോകത്തെ നോക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ ചൊല്ലുங்க. பரலோகத்தை பார்க்கிறவர் கரங்களை உயர்த்தி பரலோகத்தில் தேவனை துதிப்போம். സത്തമാകെ ഹല്ലേലൂയ. சத்தமாய் ஹalleluya. ഞാൻ ഗ്യാരണ്ടിയായി சொல்லட்டுமா? நான் கேரண்டியாய் சொல்லட்டுமா? ഓ നീ സൈഡിൽ നോക്കാതെ മേലെ നോക്കിയാ, நீ அக்கம் பக்கம் பாராதபடி மேலே பார்த்தால், മേലെ നോക്കിയാ, நீ மேலே பார்த்தால், നീ മേലെ നോക്കിയാ, நீ மேலே பார்த்தால் ഒരാണ്ടവരുണ്ട് അവൻ നിന്നെ കീഴേ പാക്ക. அந்த இடத்திலிருந்து அவர் உன்னை கீழே பார்க்கிறார். യെസ് 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 ആമേൻ, ആമേൻ. സത്തമാക സത്തമാക சத்தமாய் സത്തമാക சத்தமாய் கரங்களை கொட்டி இயேசுவே സത്തമാക praise the Lord, praise the சத்தமாக. Lord, praise the Lord. സത്തമാക சத்தமாய் சத்தமாய் மகிமை இறங்கட்டும். சத்தமாய் கரங்களை கொட்டி மகிமை இறங்கட்டும். இந்த பந்தலத்திலே கர்த்தருடைய மகிமை இறங்குகிறது. മഹിമ ഇറങ്ങട്ടോ. மகிமை இறங்குகிறது. നീ മേലെ നോക്കിയാ, நீ மேலே பாரு. നീ മേലെ നോക്കിയാ, நீ மேலே பார்த்தால், നീ മേലെ നോക്കിയാ, நீ மேலே பார்த்தால், ഓ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ പാർവൈ നിന്റെ മേൽ ഇറങ്ങി വരുന്നു. பரலோகத்தின் ஆண்டவருடைய பார்வை உன் மீது பதிக்கப்படுகிறது. ദൈവം നിന്റെ മേൽ നോക്കുന്നു. ஆண்டவர் உன்மேல் பார்க்கிறார். നീ മേലെ നോക്കുമ്പോ நீ மேலே பார்க்கும் பொழுது ദൈവം നിന്നെ കീഴേ എത്തി കീഴെ നോക്കുന്നു. ஆண்டவர் கீழே உன்னை பார்க்கிறார். നീ കൈ ഉയർത്തിയാൽ, நீ കരங்களை ഉയർത്തും பொழுது, നീ കൈ ഉയർത്തിയാൽ, நீ കരங்களை ഉയർത്തും பொழுது, നിന്റെ കൈ മേലെ പോകുമ്പോ உன்னுடைய கரம் மேலே போகும் பொழுது, ആണിപ്പടുത്തുള്ള വേറൊരു കരം കീഴെ വരും. அங்க இருந்து நீ எதிர்பாராத ஒரு கரம், ആണിപ്പടുത്തുള്ള വേറൊരു കരം, ஆணி பாயப்பட்ட ஒரு கரம், ഓ അത് താഴേക്ക് വരുതാ, அது கீழே வருகிறது. നീ മേലേക്ക് നോക്കുമ്പോ അവൻ നിന്റെ താഴേക്ക് நீ നോക്കുന്നു. மேலே பார்க்கும் பொழுது அவர் உன்னை கீழே பார்க்கிறார். നിന്റെ കൈ മേലേക്ക് ഉയരുമ്പോൾ അവരുടെ കരം താഴേക്ക് വരുന്നു. உன்னுடைய கரம் மேலே எழும்பும் போது அவருடைய கரம் மேலே இருந்து கீழே வருகிறது. ഈ വ്യാഴാഴ്ച இந்த வேளைக்கிழமை ഒരു കരം ഇതാ താഴേക്ക് വരുന്നു. ஒரு கரம் கீழே வருகிறது. Praise the Lord. എല്ലാവരും കഥ കേട്ട് വീട്ടിൽ പോയി. எல்லாரும் கதைகளை கேட்டு விட்டு போனார்கள். പക്ഷെ ഒരുത്തന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ஆனா ஒரு நபருடைய தூக்கம் நஷ்டப்பட்டு போனது. ഇന്നും പ്രസംഗം കേട്ടിട്ട്, இன்னைக்கு பிரசங்கம் கேட்ட பிற்பாடு പ്രസംഗത്തിന് മാർക്കിട്ട് എല്ലാവരും വീട്ടിൽ പോകും. பிரசங்கத்துக்கு மார்க் போட்டு எல்லாரும் வீட்டுக்கு போவார்கள். ഒരു മലയാളി വന്നിരുന്നു പ്രസംഗിക്കാൻ. ஓ பிரசங்கம் பண்ணுவதற்காக ஒரு மலையாளி வந்திருந்தார்கள். ഒരു മലയാളി വന്നിരുന്നു. ஒரு மலையாளி வந்திருந்தார்கள். എല്ലാവരും പ്രസംഗത്തിന് മാർക്കിട്ട് എല്ലാവരും വീട്ടിൽ പോകും. எல்லாரும் பிரசங்கத்திற்கு நல்ல மார்க் போட்டு வீட்டுக்கு போனார்கள். പക്ഷെ ഹാനോക്ക് എല്ലാവരും പോയതുപോലെ പോകത്തില്ല. ஆனால் ஏனோக்கு எல்லாரும் போனது போல போக மாட்டார். എല്ലാരും പ്രസംഗം കേട്ട് ഉറങ്ങി. எல்லாரும் பிரசங்கத்தை கேட்டு தூங்கினார்கள். പക്ഷെ ഹാനോക്കിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ஆனால் ஏனோக்குடைய தூக்கம் நஷ்டப்பட்டு போனது. ഹാനോക്കിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ஏனோக்குடைய தூக்கம் நஷ்டப்பட்டது. ഹാനോക്ക് എങ്ങനെ ചിന്തിച്ചു? ஏனோக்கு இப்படி சிந்தித்தார். എന്റെ താത്ത മഹത്വത്തിൽ നടന്നു, என்னுடைய தாத்தா மகிமையிலே நடந்தார். എനിക്ക് നടക്കാൻ പറ്റുമോ?
எனக்கு நடக்க முடியுமா? എനിക്ക് നടക്കാൻ പറ്റുമോ? எனக்கு நடக்க முடியுமா? സാധു യേശുദാസ് മഹത്വത്തിൽ നടന്നു. சாது യേശുദാസ് ஐயா அவர்கள் மகிமையிலே நடந்தார்கள். 2023 നിനക്ക് മഹത്വത്തിൽ നടക്കാൻ പറ്റും. 2023 உனக்கும் அந்த மகிமையிலே நடக்க முடியும். കൈ തട്ടണം, നല്ല തട്ടണം. കരങ്ങളെ കൊട്ടിനാൽ നല്ല കരങ്ങളെ കൊട്ടി. 2023 നിനക്കും മഹത്വത്തിൽ, അധികാരത്തിൽ, വല്ലമയിൽ, അഗ്നിയിൽ, അഭിഷേകത്തിൽ നിനക്കും നടക്കാൻ முடியும். 2023 உனக்கும் வல்லமையிலே, அக்கினியிலே, அபிஷேகத்திலே நடக்க முடியும். Yes, yes, yes. Hallelujah. ഹനോക്ക് ഓ ദൈവത്തോട് കൂടെ നടക്കാൻ ആഗ്രഹിച്ചു. தேவனோடு கூட நடக்கும்படி விரும்பினான். രാവിലെ മേലോട്ട് നോക്കുക, காலையில மேலே பார்த்தால் 10 മണിക്ക് മേലോട്ട് നോക്കുക, 10 മണിക്ക് മേലെ பார்த்தால் 12 മണിക്ക് മേലോട്ട് നോക്കുക, 12 മണിക്ക് മേലെ பார்க்கிறான். മുന്നിൽ ആഹാരം വരുമ്പോഴും മേലെ നോക്കുക, முன்னாடி ஆகாரம் வந்தாலும் மேலே பார்க்கிறான். വൈകിട്ട് മേലോട്ട് നോക്കുക, சாயங்காலமும் மேலே பார்க்கிறான். മഹത്വത്തിൽ നടക്കാൻ പറ്റുമോ? அந்த மகிமையில நடக்க முடியுமா? എന്റെ താത്ത പറഞ്ഞു അയാൾ നടന്നെന്ന്. என்னுடைய தாத்தா சொன்னார் அந்த நபர் நடந்தார் என்று. എനിക്ക് നടക്കാൻ പറ്റുമോ? எனக்கு நடக்க முடியுமா? 10,000 ആൾക്കാരുണ്ട്. 10,000 மக்கள் வந்திருக்கிறீங்க. 10,000 ആൾക്കാര് അന്ന് ലോകത്തുണ്ട്. 10,000 மக்கள் இந்த உலகத்தில் உண்டு. എല്ലാവരും സൈഡിൽ നോക്കുമ്പോ, எல்லாரும் சுற்றுச்சூழல் புறங்களிலே பார்க்கும் பொழுது, എല്ലാവരും സൈഡിൽ നോക്കുമ്പോ, எல்லாம் அக்கம் பக்கம் பார்க்கும் பொழுது, ഒരുത്തൻ മാത്രം മേലോട്ട് നോക്കുന്നു. ஒருவன் மட்டும்தான் மேலே பார்த்தான். അപ്പൊ ദൈവം പറഞ്ഞു, அப்பொழுது ஆண்டவர் சொன்னார், ഒരുത്തൻ എന്നെ കാണണമെന്ന് മേലോട്ട് നോക്കുക. ஒருவன் என்னை பார்க்க வேண்டும் என்று சொல்லி மேல் நோக்கி பார்க்கிறான். ഞാൻ എന്നെ അവന് വെളിപ്പെടുത്താൻ പോവാ. நான் என்னை அவனுக்கு வெளிப்படுத்தும்படி விரும்புகிறேன். പക്ഷേ ഈ പന്തൽ കീഴിലിരിക്കുന്ന, ഈ വേദിയിൽ ഇരിക്കുന്ന കുറച്ചു പേർക്ക് ദൈവം ഈ ദിവസങ്ങളെ തന്നെ വെളിപ്പെടുത്താൻ പോവാണ്. போதகரே, இந்த பந்தன் கீழே இருக்கிறதான இந்த மேடையில் இருக்கிற சிலருக்காவது கர்த்தர் தன்னை வெளிப்படுத்தும்படி விரும்புகிறார். കർത്താവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ, ഒരു അഭിമുഖം ഈ ദിവസങ്ങൾ ഉണ്ടാകാൻ പോവാ. ஆண்டவர் சொல்லுகிற இந்த நாட்களில் ஒரு பெரிய ஒரு ஆரம்பத்தை கர்த்தர் உண்டு பண்ண விரும்புகிறார். ഓ വലിയൊരു എൻകൗണ്ടർ, വലിയൊരു സമാഗമം നിന്റെ ലൈഫിൽ കർത്താവ് തരാൻ ഈ പോവാ. നാட்களில் கர்த்தர் மிகப்பெரிய ஒரு சமாதானத்தை வெளிப்படுத்தும்படி விரும்புகிறார். സമാഗമം, ഒരു എൻകൗണ്ടർ, ஒரு ஐக்கியத்தை வெளிப்படுத்த விரும்புகிறார். യെസ്, നിന്റെ പ്രാർത്ഥനയില്, உன்னுடைய ஜெபத்திலே, ദർശനത്തില്, தரிசனத்திலே, சொப்பனத்திலே ദൈവം തന്നെ തന്നെ നിനക്ക് വെളിപ്പെടുത്താൻ ஆண்டவர் உன்னைத்தான் அவர் மேலே பார்க்கிறார். ഹാനോക്കിന് മാത്രം ഭയങ്കര ഒരു ദാഹം, ஏனோக்குக்கு மட்டும் மிகப்பெரிய ஒரு தாகம், ഭയങ്കര ദാഹം, பயங்கரமான தாகம், ദൈവത്തിന് വേണ്ടി ഒരു ദാഹം, தேவனை பார்க்க வேண்டும் என்ற தாகம். ദൈവത്തിന് വേണ്ടി ദാഹമുള്ളവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറ. கர்த்தருக்காக தாகம் உள்ளவர்கள் கரங்களை உயர்த்தி ஹல்லேலூயா சொல்லலாம். മേടക്കല്ല, மேலோட்டல்ல, മേടയ്ക്ക് വേണ്ടിയുള്ള ദാഹമല്ല. மேடைக்காக அல்ல, மேடையில் இருக்கிற தாகம் அல்ல. പ്ലാറ്റ്ഫോമിന് വേണ്ടിയല്ല, இந்த மேடைக்காக அல்ல, ജനക്കൂട്ടത്തിനല്ല, ஜனக்கூட்டத்தின் நடுவில் அல்ல, പരസ്യത്തിനല്ല, வெளிப்படையான ஒரு பரிசயத்திற்காக அல்ல, യൂട്യൂബിനും ഫേസ്ബുക്കിനും അല്ല, യൂട്യൂബുക്കും ഫേസ്ബുക്കും അല്ല, പണത്തിനും പേരിനുമല്ല, പണത്തിற்கு പേർക്കും അല്ല, അത്ഭുതത്തിനും അടയാളത്തിനും അല്ല, അത്ഭുതങ്ങൾക്ക് അടയാളങ്ങൾക്കും അല്ല, ദൈവത്തിന് വേണ്ടി ഒരു ദാഹം, ആണ്ടവർക്കാக ഒരു ദാഹം. ജീസസ്, பெற்றுக்கொள்ளுங்க, 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 சொல்லுங்க இயேசுவே, ஆண்டவரே, 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 உங்களுக்காக உனக்காக நாம் தாகமாயிருக்கிறேன், உமக்காக நான் தாகமாயிருக்கிறேன். கண்ணீரோட சொல்லுங்க, கண்ணீரோட சொல்லுங்க, உமக்காக நான் தாகமாயிருக்கிறேன். ബാക്കി ആർക്കും ദാഹം ഇല്ലാതിരിക്കുമ്പോ ഒരു ചെറുക്കൻ ഹാനോക്ക് മാത്രം மேலோட்டு நோக்கி, மீதியுள்ள அத்தனை பேருக்கு நேரம் இல்லாமல் இருக்கும் பொழுது ஒரு பையன் மட்டும் மேல் நோக்கி பார்க்கிறான். ഹാനോക്ക് മാത്രം മേലോട്ട് നോക്കി, ஏனோக்கு மட்டும் மேலே பார்த்து சொல்லுகிறார். கூட നടക്കാൻ പറ്റോ? அவரோடு கூட நடக்க முடியுமா? கூட നടക്കാൻ പറ്റോ? அவரோடு கூட நடக்க முடியுமா? എന്റെ താത്തയോട് സംസാരിച്ചെന്ന് എന്നോട് സംസാരിക്കോ? என்னோட தாத்தாவோடு பேசினவர் என்னோடும் கூட பேசுவாரா? എന്നോട് സംസാരിക്കോ? എന്നോട് பேசுவாரா? ആ മഹിമയുടെ ഒരു മിണിയെങ്കിലും എനിക്ക് കാണാൻ പറ്റോ? அந்த மகிமையுடைய அற்றமாவது எனக்கு பார்க்க முடியுமா? എനിക്ക് അല്പമെങ്കിലും കാണാൻ പറ്റോ? கொஞ்சமாவது பார்க்க முடியுமா? എന്നോട് സംസാരിക്കോ? എന്നോട് பேசுவாரா?
மான் நீரோட்டை வாஞ்சிக்கிற போற மானானது நீரோடைகளை வாஞ்சிக்கிறது போல எனக்கு தாகிச்சப்பா ஓ எனக்கு தாகம் வந்த போது தாகம் உள்ளவனை நோக்கி தெய்வம் പറയുകയാ தாகம் உள்ளவனை பார்த்து கர்த்தர் சொன்னார் ഞാൻ എന്നെ വെളിപ്പെടുത്താൻ പോകുകയാണ് நான் என்னை வெளிப்படுத்தும்படி போகிறேன் ഒരു ദിവസം ആട് മേയ്ക്കുകയാണോ നിലത്ത് കൃഷി ചെയ്യാണോ എന്ന് എനിക്കറിയത്തില്ല ஒரு நாள் அவன் ஆடுகளை மேய்க்கிறானோ அல்லது வயல்வெளியில பயிரிடுகிறானோ எனக்கு தெரியாது പക്ഷെ അവൻ പെട്ടെന്ന് അവന് മനസ്സിലായി அவனுக்கு சீக்கிரமாக ஒரு காரியம் புரிந்தது അവൻ അവിടെ ഒറ്റയ്ക്കല്ല നിൽക്കുന്നേ அவன் அங்கே தனிமையாக நிற்கவில்லை ഒരാൾ എൻ്റെ കൂടെയുണ്ട് அந்த பக்கம் இந்த பக்கம் பார்த்து சொல்லுகிறேன் ஒரு நபர் என்னோடு கூட இருக்கிறார் നമ്മൾ പ്രാർത്ഥിക്കുമ്പോ நாம் ஜெபிக்கும் பொழுது ആ റൂമിൽ ഒരാൾ കൂടെ ഉണ്ട് அந்த அறையிலே ஒரு நபர் கூட உண்டு ഓ come on പ്രാർത്ഥിക്കുന്നു മാത്രം ഹല്ലേലൂയ 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 നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾ நாம் ஜெபிக்கும் பொழுது ஒரு நபர் യെസ് നമ്മൾ ഒത്തിരി പേര് അനുഭവിച്ചവരാണ് நாம் അനേകർ അത് புரிந்து கொண்டிருக்கிறோம் നമ്മൾ ഒത്തിരി പേര് അത് അനുഭവിച്ചതാണ് അനേകർ നാം புரிந்து கொண்டிருக்கிறோம் നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ நாம் ആവിയിലെ ஜெபிக்கும் பொழுது ആരോ ആ റൂമിൽ ஏதோ ஒரு நபர் அந்த அறையிலே உண்டு ഞാൻ ഒറ്റയ്ക്കല്ല நான் தனிமைப்பட்டவன் அல்ல യെസ് ആരോക്ക് പറയൂ எனக்கு சொல்லுவார் യെസ് ആരോ എൻ്റെ അക്കം പക്കം ആരോ നിൽക്കുകയാണ് யாரெல்லாம் அவருடைய அக்கம் பக்கம் நிற்கிறார்கள் മാത്രമല്ല ഒരു ശബ്ദം താൻ കേട്ടു அது மட்டுமல்ல ஒரு சத்தத்தையும் கேட்டார் ഹാനോക്കേ ஏனோக்கே ഹാനോക്കേ ஏனோக்கே ഹാനോക്കേ ஏனோக்கே വാ എന്തരേ ആരെന്നെ വിളിച്ചത് யார் என்னை கூப்பிட்டீர்கள் ആരെന്നെ വിളിക്കുന്നത് யார் என்னை கூப்பிட்டது ഞാൻ ദൈവ நான் தேவன் യാത് ദൈവം எந்த ஆண்டவர் എപ്പോഴത്തെ ദൈവം எப்பொழுதுள்ள ஆண்டவர் എവിടത്തെ ദൈവം எங்க உள்ள ஆண்டவர் നീ കേട്ട നിന്റെ താത്ത പറഞ്ഞ ദൈവ ഞാൻ நீ கேட்ட உன்னுடைய தாத்தா சொன்னதான தெய்வம் தான் நான் ഞാൻ എന്നെ വെളിപ്പെടുത്താൻ വന്നിരിക്കുകയാണ് நான் என்னை உனக்கு வெளிப்படுத்தும்படியாய் வந்திருக்கிறேன் അതെങ്ങനെ നടക്കും அது எப்படி நடக்கும் ഹാനോക്ക് ചോദിച്ചു അതെങ്ങനെ നടക്കും எனக்கு கேட்கிற அது எப்படி நடக்கும் ഞാൻ നിന്റെ ഹൃദയത്തെ തുറക്കാൻ പോവാ நான் உன் இருதயத்தை திறக்கும்படி ഞാൻ வருகிறேன் നിന്റെ ഹൃദയ കണ്ണിനെ തുറക്കാൻ പോവാ நான் இருதய கண்களை திறக்கும்படி விரும்புகிறேன் so that you will be able to see me அப்பொழுது நீ உனக்கு என்னை பார்க்க முடியும் ഞാൻ നിന്റെ ചെവിയെ തുറക്കാൻ പോവാ நான் உன்னுடைய காதுகளை திறக்கும்படி so விரும்புகிறேன் that you will be able to hear me clarity அப்பொழுது என்னுடைய சத்தத்தை உன்னால் கேட்க முடியும் നിനക്ക് എന്നെ കാണാൻ പറ്റും உனக்கு என்னை பார்க்க முடியும் നിനക്ക് എന്നെ കേൾക്കാൻ പറ്റും உனக்கு என்னை கேட்க முடியும் ഈ വ്യാഴാഴ്ച ചില കണ്ണുകളെ കർത്താവ് തുറക്കാൻ പോവാ இந்த வேளைக்கிழமை சில கண்களை கர்த்தர் திறக்க ചില போகிறார் ചെവികളെ ദൈവം തുറക്കാൻ പോവാ சில செவிகளை கர்த்தர் திறக்க போகிறார் വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ചൊല്ലുങ്ക തുറക്കും ആണ്ടവരേ ஓ விசுவாசிக்கிற கரங்களை உயர்த்தி சொல்லுங்க பேசும் ஆண்டவரே ഹാനോക്കിന്റെ കണ്ണും ചെവിയും തുറന്നപ്പോ ஏனோக்குடைய கண்களும் செவிகளும் திறந்தபோது അവൻ ദൈവത്തെ കണ്ടു அவன் தேவனை பார்த்தான் ദൈവത്തെ കാണുമെന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങളെ ഉയർത്തിയ தேவனை பார்க்க வேண்டும் என்ற ஆசை உள்ளவர்கள் கரங்களை உயர்த்துவோம் സത്തമക ചൊല്ലുങ്ക ഹല്ലേലൂയ சத்தமாய் சொல்லுங்க ஹalleluya കള്ളം പറയാത്ത യേശു പറഞ്ഞു ஓ பொய் சொல்லாத இயேசு சொன்னார் ഹൃദയ ശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ இருதயத்தில் சுத்தம் உள்ளவர்கள் பாக்கியவான்கள் അവർ ദൈവത്തെ കാണും அவர்கள் தேவனை தரிசிப்பார்கள் ഹാനോക്കിന്റെ കണ്ണ് തുറന്ന് ஏனோக்குடைய கண்கள் திறக்கப்பட்டது അവൻ ദൈവത്തെ കണ്ട് அவர் தேவனை பார்த்தார் അയ്യോ ദൈവം എന്തോ ഭാങ്ങിയെന്നറിയോ ஆண்டவர் எவ்வளவு அழகானவர் தெரியுமா ദൈവം എന്തോ ഭാങ്ങിയെന്നറിയോ ஆண்டவர் எவ்வளவு அழகானவர் தெரியுமா കന്യാകുമാരിക്ക് ഇത്ര ഭംഗിയുണ്ടെങ്കിൽ கன்னியாகுமரிக்கு இவ்வளவு அழகு என்று சொன்னால் കൊടൈക്കനാലിന്റെ ഊട്ടിക്ക് ഇത്ര ഭംഗിയുണ്ടെങ്കിൽ கொடைக்கானல் ஊட்டிக்கு இவ்வளவு அழகு என்றால் ഓ ഈ സൃഷ്ടിക്ക് ഇത്രയും ഭംഗിയുണ്ടെങ്കിൽ அவர் சிருஷ்டிப்புக்கு எவ்வளவு அழகு என்றால் സൃഷ്ടി കർത്താവ് എത്ര വലിയ ഭംഗിയുള്ളവർ எவ்வளவு அழகானவர் ഭംഗിയുള്ള ദൈവം
അഴകാന ആണ്ടവർ, സൗന്ദര്യത്തിന്റെ ദൈവം, അഴകുള്ള ആണ്ടവർ. ആകാശത്തിന് ഇത്ര ഭംഗിയുണ്ടെങ്കിൽ ഭൂമിക്ക് ഇത്ര ഭംഗിയുണ്ട്. വാനത്തിற்கு இவ்வளவு அழகு உண்டு என்று சொன்னால் பூமிக்கு இவ்வளவு அழகு உண்டு என்று சொன்னால் ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ ദൈവം എത്ര വലിയ ഭംഗിയുള്ളവനാണ്. ഭൂമി ഉണ്ടാക്കിയ ആണ്ടവർ എவ்வளவு അഴകാനവർ. സൗന്ദര്യമുള്ള ഒരു ദൈവത്തെ ആരാധിപ്പാൻ ഭാഗ്യം ലഭിച്ചതിനായി കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ சொல்லுவோமாக. கூடியதான பாக்கியம் கிடைத்த பிள்ளைகள் கரங்களை உயர்த்தி நல்லவர் அல்லேலூயா சொல்லுவோமா. രണ്ട് കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ சொல்லுவோமாக. ഓ ദൈവം ഹാനോക്ക് ദൈവത്തെ കണ്ട് ഏനോക്ക് ആണ്ടവരെ பார்த்தான். ദൈവം അവനോട് സംസാരിക്കാൻ തുടങ്ങി. தேவன் அவனோடு பேச ஆரம்பித்தார். ഹാനോക്ക് പറയുന്ന ദൈവം കേട്ടു. ஏனோக்கு சொல்லுகிறது தேவன் கேட்டார். ദൈവം പറയുന്നത് ഹാനോക്ക് കേട്ടു. தேவன் சொல்லுகிறது ஏனோக்கு கேட்டான். പലത് സംസാരിച്ചിരുന്നപ്പോ பலது பேசிக்கொண்டிருக்கும் பொழுது നേരം പോയതേ അറിഞ്ഞില്ല. நேரம் போனதே தெரியல. അയ്യോ പാസ്റ്റർ പറഞ്ഞു 1 മണി വരെ നേരമുണ്ടെന്ന്. பாஸ்டர் சொன்னார் 1 மணி வரைக்கும் நேரம் இருக்கிறது என்று. തുടങ്ങിയപ്പോഴേ പലരും ഉറങ്ങി തുടങ്ങി. ஓ ஆரம்பிக்கும் பொழுதே अनेக தூங்க ஆரம்பித்தார்கள். ഞാൻ ചിന്തിച്ചു ഈ മാട്ട വണ്ടി എങ്ങനെ 2 മണി നേരം കൊണ്ടുവന്നു. ஓ நான் நினைத்தேன் இந்த மாட்டு வண்டி எப்படி 2 மணி நேரம் கொண்டு போவேன் என்று. പക്ഷെ ഇപ്പൊ നേരം പോയതേ അറിഞ്ഞില്ല. ഇപ്പോൾ നേരം പോனதே தெரியாது. മഹിമയുള്ളിടത്ത് നേരം പോകുന്നതേ അറിയില്ല. மகிமை உள்ளதான இடத்தில் நேரம் போகிறது நமக்கு தெரியாது. മഹിമയുള്ളിടത്ത് നേരം പോകുന്നേ അറിഞ്ഞില്ല. ஓ மகிமை உள்ள இடத்தில் நேரம் போகிறதே தெரியாது. നേരം പോയ അറിഞ്ഞില്ല, தெரியவில்லை. അപ്പോ ദൈവം ഹാനോക്കിനോട് പറഞ്ഞു, தேவன் ஏனோக்கை பார்த்து சொன்னார், ഇതാ സപ്പർ കഴിക്കുന്ന നേരമായി, രാത്രി ഭോജനം കഴിക്കുന്ന, വൈകിട്ട് ഭക്ഷണം കഴിക്കുന്ന നേരമായി. இது ஆகாரம் சாப்பிட வேண்டிய நேரமானது, இரவு போஜனம் பண்ண வேண்டிய நேரம் வந்து விட்டது. വൈകിട്ട് ഭക്ഷണം കഴിക്കുന്ന നേരം. നിന്റെ ഇഞ്ചി മനവി, നിന്റെ കോപക്കാരി മനവി നിനക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി വെച്ചേക്കുക. ஆண்டவர் அவரை பார்த்து சொன்னார், அந்த கோபம் பிடித்ததான உன்னுடைய மனைவி உனக்காக ஆகாரத்தை சமையல் பண்ணி வைத்திருக்கிறாள். നീ പെട്ടെന്ന് പോ, അവൾക്ക് പെട്ടെന്ന് കോപം വരും. நீ சீக்கிரம் போ, அவளுக்கு சீக்கிரம் கோபம் வரும். അയ്യോ ദൈവമേ, ഞാൻ ഇങ്ങനെ പോകും. ஆண்டவரே, நான் எப்படி போவேன்? നാളെ ഇതേ നേരത്തെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. நாளை இந்த நேரத்தில் நான் இங்கே தான் இருப்பேன். ഇതൊരു ആരംഭം இது ஒரு ஆரம்பம் தான். ഇതൊരു ആരംഭം ഹാനോക്കേ. இது ஒரு ஆரம்பம் தான் ஏனோக்கே. നീ ഇവിടെ വരുന്നതിന് മുൻപേ ഞാൻ ഇവിടെ நீ இங்க வருவதற்கு முன்னே நான் இந்த இடத்துல வருவேன் ஏனோக்கே. നിന്റെ പ്രാർത്ഥന റൂമിൽ അഗ്നിമേഘ തൂണുകൾ ഇറങ്ങി നിൽക്കട്ടെ. உன்னுடைய ஜெப அறையிலே அந்த வல்லமை இறங்கி நிற்பதாக. അഗ്നിമേഘ തൂണുകൾ ഇറങ്ങി നിൽക്കട്ടെ. அக்னிமேக தூண்கள் இறங்கி நிற்பதாக. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദിവസവും ആ സ്ഥലത്ത് ഹാനോക്കിനെ തേടി ദൈവം ഉണ്ടായിരുന്നു. அந்த இடத்திலே ஏனோக்கோடு கூட ஆண்டவர் இருந்தார். നീ കയറി വരുമെങ്കിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവം. நீ ஏறி வருவாய் என்று சொன்னால் உன் நடுவில் இறங்கி வருகிற ஒரு தேவன் உண்டு. കരങ്ങളെ വീശി ചൊല്ലുക ഹല്ലേലൂയ. கரங்களை அசைத்து சொல்லுங்க ஹalleluya. നീ കയറി പോയാ ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ്. நீ ஏறி போனால் இறங்கி வருகிற ஒரு தேவன். അവിടെ ഹാനോക്കിന് തേടി ദൈവം ഉണ്ടായിരുന്നു. அங்கே ஏனோக்கை தேடி தேவன் வந்திருந்தார். എന്റെ കൂടെ നടക്ക്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടക്കുക. ஏனோக்கு தேவனோடு கூட நடக்கிறார். ഹാനോക്ക് ദൈവത്തോട് കൂടെ നടക്കുക. ஏனோக்கு தேவனோடு கூட நடக்கிறார். ഹാനോക്ക് ദൈവത്തോട് കൂടെ നടക്കുക. ஏனோக்கு தேவனோடு கூட நடக்கிறார். ദൈവം ചുമ്മാ നടക്കത്തില്ല. தேவன் சும்மா நடக்க மாட்டார். ദൈവം സ്നേഹമാണ്, ദൈവം സംസാരിക്കും. தேவன் அன்புள்ளவர், அவர் பேசுகிறவர். അൻപുണ്ടോ ദൈവം സംസാരിക്കും. அன்பு இருக்கிறதோ அங்கே பேசுவார். ഇവിടെ ഇരിക്കുന്ന എല്ലാ ഫ്രണ്ട്സും കരങ്ങൾ ഉയർത്തിയാട്ടെ. இங்க இருக்கிறதான எல்லா நண்பர்களும் கரங்களை உயர்த்துங்க. നോക്ക്, ഇവിടെ രണ്ട് നൻപർ ജപക്കുഴു പോലെ, അതെ, 2 കുഴു ഇങ്ങനെ നടന്നിട്ടിരിക്കുക. இங்க 2 குழுக்கள் இங்க நடக்கிறது, ஜெபக்குழு போல. ഞാൻ വന്നത് മുതലേ അവന്മാര് സംസാരിക്കുക. நான் வந்த நேரத்திலிருந்து இவர்கள் பேசிக்கொண்டே இருக்கிறார்கள். ഇവിടെ ഡെഡ് ബോഡി എഴുന്നേറ്റാലും അവന്മാര് സംസാരിക്കും. இங்க டெட் பாடி இருந்தா கூட அவங்க பேசுவார்கள். കർമ്മേലിന്റെ തീ വീണാലും അവന്മാര് സംസാരിക്കും. கார்மெல்ல தீ அக்கினி இறங்கினாலும் அவங்க பேசுவார்கள். ഇവിടെ എന്തോ നടന്ന ബോംബ് വീണാലും അവന്മാര് இங்க സംസാരിക്കും. பாம்பு தான் போட்டால் அவர்கள் பேசிக்கொண்டே இருப்பார்கள். അവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. காரணம் அவர்களுக்குள்ள நல்ல ஐக்கியம் உண்டு. യോമാർക്ക് ഇത്ര സ്നേഹമെങ്കിൽ ആണ്ടവന് എത്ര വലിയ സ്നേഹം. இவர்களுக்கு இவ்வளவு அன்பு என்று சொன்னால் ஆண்டவருக்கு எவ்வளவு பெரிய அன்பு வைத்திருக்கிறார். എന്റെ മീറ്റിംഗിലിരുന്ന് ഏവനെങ്കിലും കുണ്ടാമണി കാണിച്ച, யாராவது குறும்பு காட்டினா, എന്റെ മീറ്റിംഗിന് ആരെങ്കിലും കുറുമ്പ് കാണിച്ച, என்னுடைய கூட்டத்திலே யாராவது குறும்பு காட்டினா, ഞാൻ പറയും എല്ലാവരും എന്നെ പോലെ പ്രാസംഗികന്മാരായി പോകട്ടെ. அவர்கள் என்ன போல ஒரு பிரசங்கிகாரனாய் மாற வேண்டும் என்று சொல்லுவேன்.
എന്റെ മീറ്റിംഗിൽ ഇത് ബഹളം ഉണ്ടാക്കി എല്ലാമാരും ഇപ്പൊ പാസ്റ്റർമാരാ. என்னுடைய கூட்டத்திலே குறும்பு காட்டின அத்தனை பேர் இன்னைக்கு போதகர்கள். അതുകൊണ്ട് സൂക്ഷിച്ചോ, എന്നാലേ ഈ ദണ്ണം നിനക്ക് അനുഭവിക്കുക. அப்ப நீ கவனமாக இருக்கணும், அப்பதான் இந்த ஊழியத்தை நீ செய்வாய். ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരവരെ ഭയങ്കര സ്നേഹം, அவர்களுக்கு நல்ல அன்பு, അതുകൊണ്ടാ സംസാരിക്കുന്നേ. ஆகவே தான் பேசுகிறார்கள். ദൈവം സ്നേഹം തന്നെ, ஆண்டவர் அன்புள்ளவர், ദൈവം സ്നേഹം തന്നെ, ஆண்டவர் அன்புள்ளவர். അതുകൊണ്ട് ഹാനോക്കിനോട് ദൈവം സംസാരിച്ചു. ஆகவே ஏனோக்கு இடத்தில் ஆண்டவர் பேசினார். ഹാനോക്കേ, ஏனோக்கு നിന്റെ മോന്റെ പേരെന്നാ? உன்னுடைய மகனுடைய பேர் என்ன? മതുശലേമ. மெத்துசலா. ഹാനോക്കേ, ஏனோக்கு നോക്കടാ ഹാനോക്കേ, அங்க பாருடா, നിന്റെ ദീർഘദർശന കണ്ണിനെ ഞാൻ തുറക്കുക. உன்னுடைய தீர்க்க தரிசன கண்களை திறக்கிறேன். ഹാനോക്കേ, ആ പെയ്തിറങ്ങുന്നതിന്റെ പേരെന്നാന്നറിയാ? ஓ ஏனோக்கு அங்க பெய்து வருகிறதான அதனுடைய பேர் என்ன தெரியுமா? ആ പെയ്തിറങ്ങുന്ന അതിന്റെ പേരാണ് മഴ. മഴ, அந்த பெய்து வருகிறதான அதனுடைய பேர் தான் மழை. അപ്പൊ ഹാനോക്ക് ദൈവത്തോട് ചോദിച്ചു, കർത്താവേ അതെന്നാ മഴ? ஆண்டவரே ஏனோக்கு பார்த்து சொல்ல, ஆண்டவரே அது என்ன மழை? ഈ ജനത്തിന്റെ പാപം എന്റെ സന്നിധി എത്തിയിരിക്കുക. இந்த ஜனங்களுடைய பாவம் என்னுடைய சமூகத்திலே வந்திருக்கிறது. അവന്റെ ചിന്തയിലും പാപം, അവന്റെ പ്രവൃത്തിയിലും പാപം. அவருடைய சிந்தையிலும் பாவம், அவருடைய கிரியையிலும் பாவம். ചിലരെ പ്രവൃത്തിയിൽ വീഴുന്നില്ല, പക്ഷെ ചിന്തയിൽ പണ്ടേ വീണ് കിടക്കുക. சிலர் வந்துட்டு கிரியையில விழ மாட்டார்கள், சிந்தையில விழுந்து கிடக்கிறார்கள். ദൈവം പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ലോകത്തെ അഴിക്കാൻ പോവാ. ஆகவே தேவன் சொன்ன, நான் இந்த உலகத்தை அழிக்கும்படி விரும்புகிறேன். ഹാനോക്കെ, ആ കപ്പല് കണ്ട? ഒന്നാമത്തെ കപ്പല്. எனக்கு அந்த கப்பலை பார்த்தாயா? முதலாவது கப்பல். ഒന്നാമത്തെ കപ്പല് ടൈറ്റാനിക് അല്ല. முதலாவது கப்பல் டைட்டானிக் கிடையாது. നോഹയുടെ പെട്ടകമാണ് ഒന്നാമത്തെ. നോവയുടെ പെട്ടകം தான் முதலாவது கப்பல். ഹാനോക്കെ, எனக்கு വെള്ളപ്പൊക്കം വരുന്നതിന് മുമ്പ് കപ്പല് താഴെയായിരുന്നു. ജലപ്രവാഹം വരുവதற்கு മുന്നേ அந்த കപ്പൽ കീഴே இருந்தது. വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോ പെട്ടകം മേലെയായി. ജലപ്രവാഹം വന്നപ്പോൾ அந்த പെട്ടകം മേലെ വന്നത്. ബൈബിൾ വായിച്ചാൽ ഇതിന് കൈയടിക്കാൻ പറ്റത്തുള്ളൂ. ബൈബിൾ വാസിച്ചതാണ് ഇതിനും കൈയടിക്കാൻ முடியும். കാരണം വെള്ളപ്പൊക്കം വരുന്നതിന് മുമ്പ് പെട്ടകം താഴെയായി. ജലപ്രവാഹം വരുവதற்கு മുന്നേ പെട്ടകം കീഴേ. വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോ പെട്ടകം പർവ്വതത്തിന് മേലെയായി. ജലപ്രവാഹം വന്നപ്പോൾ പെട്ടകം മലയുടെ മേലെ ഇരുന്നത്. ഞാൻ നിന്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ ഉന്നെ പറ്റി താൻ சொல்லுகிறேன். നിനക്ക് പ്രശ്നം വരുന്നതിന് മുമ്പ് കീഴെയാകും, പ്രശ്നം കഴിയുമ്പോൾ നീ മേലെയാകും. ഈ പ്രശ്നം വരുമ്പോഴേക്ക് മുന്നേ കീഴേ ഇരുന്നായി, പ്രശ്നം വന്ന പിற்பாடு മേലെ വന്നായി. ഹാനോക്കെ, ഏനോക്കെ, ആ വെള്ളപ്പൊക്കത്തിന് ശേഷം ഞാൻ ഒരുവനെ തിരഞ്ഞെടുത്ത കണ്ടോ? அந்த ജലപ്രവാഹത്തിന് പിற்பாடு നമ്മൾ മനുഷ്യനെ തിരഞ്ഞെടുത്തിൽ பார்த்தாயா? അവന്റെ പേരാണ് അബ്രാം. അവനുடைய പേര് தான் അബ്രാം. അബ്രാമിന് മക്കളൊന്നും ഇല്ല. അബ്രാമുക്ക് പിള്ളകൾ ഇല്ല. അവന്റെ ഭാര്യയ്ക്ക് മക്കളൊന്നും ഉണ്ടാകത്തില്ല. അവനുடைய മனைவிக்கு പിള്ളകളൊന്നും ഉണ്ടാകാതെ. പക്ഷേ ഞാൻ അവന് മക്കളെ കൊടുക്കും. ஆனால் நான் அவனுக்கு தலைமுறைகளை கொடுப்பேன். എത്ര കൊടുക്കും കർത്താവേ? ആണ്ടവർ എത്ര പിള്ളകൾ കൊടുപ്പീங்க? ഒന്ന് കൊടുക്കോ, രണ്ട് കൊടുക്കോ? ഒന്ന് കൊടുപ്പീരാ, രണ്ട് കൊടുപ്പീരാ? ഹാനോക്കെ, നീ മിനിമം പറയുന്നത്. ഓ எனக்கு நீ ஒரு மினிமமாய் சொல்லுகிறாய். ഹാനോക്കെ, നീ മിനിമം தான் നീ பேசுறது. நீ மினிமம் தான் பேசுகிறாய். പക്ഷെ ഞാൻ മാക്സിമം പറയുന്നത്. ஆனா நான் மிக அதிகமான அளவு சொல்லுகிறேன். ഞാൻ മാക്സിമം പറയുന്നത്. நான் മാക്സിമം சொல்லுகிறேன். ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടൽ കരയിലെ മണർത്തരികളെ പോലെ ഞാൻ മാക്സിമം പിള്ളകളെ ഞാൻ അബ്രാമിന് കൊടുക്കും. വാനത്തെ നക്ഷത്രങ്ങളെ പോലെ, കടൽക്കര മണലെ പോലെ ഞാൻ ഉനക്ക് തലമുറകളെ കൊടുப்பேன். പിന്നെ ഇസഹാക്കായി, അപ്പുറമാ ഈസാക്കാനത് യാക്കോബായി. യാക്കോബിന്റെ മേലെ ഇറങ്ങി നിൽക്കുന്ന ഏണി കണ്ട ഹാനോക്കെ? യാക്കോബിന്റെ മേലെ വെളിപ്പെട്ടിരിക്കുന്ന ഏണിയെ பார்த்தாயா? അതാണ് യാക്കോബിന്റെ ഗോവേണി. അതുதான் യാക്കോബിന്റെ ഏണി. പിന്നെ യോസേഫ്, അടുത്ത യോസേഫ്. ദൈവം കാണിച്ചു കൊടുക്കുക, ഓരോ ദിവസം കാണിച്ചു കൊടുക്കുക. ஒவ்வொரு நாளும் கர்த்தர் வெளிப்படுத்தி கொடுக்கிறார். അതാണ് യൂദയുടെ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്. അതുതാണ് യൂദായുടെ നിരുപത്തിലെ വാസിத்தோம். ബൈബിളിന്റെ പേജ് ദൈവം അവന് കാണിച്ചു കൊടുക്കുക. ബൈബിളുടെ പക്കമായി കർത്തർ അവർക്ക് കാണിച്ചു കൊടുக்கிறார். എല്ലാം നടന്നതിന് ശേഷമല്ല അവൻ കണ്ടത്, നടക്കും മുമ്പേ അവൻ കണ്ടു. എല്ലാം നടന്നത് പിற்பாடு കാണവിல்லை, നടക്കും മുന്നേ അവൻ അത് കണ്ടാൻ. ഞാൻ ദീർഘദർശനമായി പറയുന്നു. ദീർഘദർശനമായി சொல்லுகிறேன். ടിവിക്കാരൻ എല്ലാം നടന്നതിന് ശേഷമാണ് പറയുന്നത്. ടിവിക്കാരെല്ലാം നടന്ന പിற்பாடு தான் சொல்லுவார்கள். ദിനമലരും ദിനതന്തിയും ദിനകരനും നടന്നതിന് ശേഷമാണ് പ്രിന്റ് ചെയ്ത്. ദിനമലരും ദിനകരനും ദിനതന്തിയും നടന്നത് പിற்பாடு தான் சொல்லுவார்கள். എന്നാൽ മുട്ടുമടക്കുന്നവൻ നടക്കുന്നതിന് മുൻപാണ് പറയുന്നത്. നടപ്പதற்கு മുൻപാக சொல்லுவார்கள். കമാൻ കരങ്ങളെ തട്ടി ദീർഘദർശന ആവിയെ പെറ്റുകൊള്ളുவோமாக. ഒരുമിച്ച് കരങ്ങളെ കൊട്ടി ദീർഘദർശന വരത്തെ പെറ്റുകൊള്ളുவோമോ? ദീർഘദർശന വരത്തെ പെറ്റുകൊള്ളുவோமாக. ദീർഘദർശന വരത്തെ പെറ്റുകൊള്ളുவோം. ഹാനോക്കെ, ഏനോക്കെ, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, യോസേഫ്. അബ്രഹാം, ഈസാക്ക്, യോസേഫ്. ഹാനോക്കെ, അത് കഴിഞ്ഞിട്ട് മറ്റവനെ കണ്ട. അത് മുടിഞ്ഞപ്പുറം അടുത്തവനെ பார்த்தாயா? അവന്റെ പേരാണ് മോശ. அதற்கு பிற்பாடு மோச.
കണ്ട 30 ലക്ഷം ജനം ചെങ്കടൽ കടന്നു വരുന്ന കണ്ട. பாருங்கள் பாருங்கள் 30 லட்சம் ஜனங்கள் செங்கடலை தாண்டி வருகிறார்கள். അതെന്നാ കർത്താവേ മരുഭൂമിയിൽ വനാന്തരത്തില്? அந்த வனாந்தரத்துல என்ன ஆண்டவரே? അതാണ് എന്റെ ജനത്തെ ഞാൻ മഹിമയിൽ പൊതിഞ്ഞ് വനാന്തരത്തിലൂടെ அதுதான் என் ஜனங்களை அக்கினி ஸ்தம்பத்தினாலே பொதிந்து வனாந்தரத்திலே நடத்தி வருகிறேன். യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിനാലെ. ഹാനോക്കിന് ദൈവം കാണിച്ചു കൊടുത്തെങ്കിൽ ദൈവം നിന്നക്കും കാണിച്ചു തരുമാറാകട്ടെ. எனக்கு ஆண்டவர் தன்னை வெளிப்படுத்தினார் என்று சொன்னால் உனக்கும் அந்த ஆண்டவர் வெளிப்படுத்தி தருவார். രണ്ടുപേരെ തോളിൽ തൊട്ട് പറ, ദൈവത്തോട് കൂടെ നടക്കാം. ചൊല്ലുங்க. രണ്ടുപേരെ തോളിൽ തൊട്ട് சொல்லுங்க, நீ தேவனோடு கூட நடக்க வேண்டும். ദൈവത്തോട് കൂടെ നടക്കാം. ചൊല്ലുங்க. தேவனோடு கூட நடக்க வேண்டும். ഉറങ്ങിയിരിക്കുന്ന എല്ലാത്തിനെയും തട്ടി എണീപ്പിച്ച് പറ, ദൈവത്തോട് കൂടെ നടക്കാം. தூங்குறவங்க எல்லாரும் தட்டி எழுப்புங்க, நீ தேவனோடு நடக்க வேண்டும். ഉറങ്ങിയിരിക്കുന്ന എല്ലാ വിഐപികളെ തട്ടി എണീപ്പിച്ച് പറ, ദൈവത്തോട് കൂടെ നടക്കാം. தூங்கிக் கொண்டிருக்கிற எல்லா விஐபிகளை தட்டி சொல்லுங்க, நீ தேவனோடு நடக்க வேண்டும். അന്നത്തെ അഗ്നി ഇന്നും ഉണ്ട്. அன்று இருந்த அக்கினி இன்றைக்கும் இருக்கிறது. സാധു അയ്യായിരം இருந்த മഹിമ ഇന്നും ഉണ്ട്. സാദായുടെ കാലത്തിൽ ഇരുന്ന അഗ്നി இந்த காலத்திலும் உண்டு. അന്നത്തെ തലമുറയുടെ മഹത്വം ഇന്നും ഉണ്ട്. அன்றைக்கு இந்த தலைமுறைയുടെ மகிமை இன்றைக்கும் உண்டு. ശത്രു മണ്ണിട്ട് മൂടിയത് മുഴുവൻ യേശുവിൻ നാമത്തിൽ തുറന്നു വരുവதாக. சாத்தான் மண்ணு போட்டு மூடினதை இயேசுவின் நாமத்தில் வெளிப்பட்டு வரட்டுமே. வாய்களை திறந்து கரங்களை தட்டி ஆர்ப்பரிப்போமாக. திறந்து கரங்களை கொட்டி ஆர்ப்பரிப்போடு கர்த்தரை மகிமைப்படுத்தலாமே. பின்னாடி உட்காருகிறத எல்லாரும் கரங்களை தட்டி அந்நிய பாஷையில பின்னாடி இருக்கிற அத்தனை பேர் கரங்களை கொட்டி அந்நிய பாஷை அபிஷேகத்தோடு கர்த்தரை ஆராதிக்க தொடங்கலாமே. ராகுமனா ஹாதலன பௌஷம் துலினியம் சேனியா மான்டுனிரியாசிகேனி ஹேதுலுனோபோகோசோ Horo como santenediasha Rosala hasini andalana mahasi. Come on, பேசிட்டே இருங்க. ஆண்டவரோடு கூட பேசிக்கொண்டே இருங்க. ஜெபித்துக்கொண்டே இருங்க. அவருடைய மகிமையிலே பேசிட்டே இருங்க. சத்தமாக அந்த நாற்காலியில் உட்கார்ந்துட்டு கசேரி இருக்கிற எல்லாரும் கரங்களை தட்டி வாய்களை திறந்து இந்த நாற்காலியில் அமர்ந்திருக்கிற சகோதரர்கள் சைடுல எல்லாரும் கரங்களை கொட்டி வாய் திறந்து கர்த்தரை துதிக்கலாம். மகிமை மூடட்டும். மகிமை மூடுகிறது. மகிமை மூடட்டும். மகத்துவம் மூடட்டும். கரங்களை தட்டி கரங்களை கொட்டி எஸ் அப்படியே கரங்களை கொட்டி சோர்ந்து போக வேண்டாம். கர்த்தரை மகிமைப்படுத்துவோம். ഓരോ ദിവസം ஒவ்வொரு நாளும் ഓരോ കാര്യം ദൈവം എങ്ങനെ പറയുക? ஒவ்வொரு நபரை பார்த்து கர்த்தர் இப்படி சொல்லுகிறார். 300 വർഷം 300 ஆண்டுகள் அந்த ദൈവത്തോട് കൂടെ നടക്കുക. அவன் தேவனோடு கூட நடந்தான். 300 വർഷം 300 ஆண்டுகள். എല്ലാ നാളും ഒരു പുതിയ செய்தி ഉണ്ട് അവന്. ஒவ்வொரு நாளும் ஒரு புதிய செய்திகள் அவனுக்கு உண்டு. എല്ലാ നാളും ஒரு புதிய செய்தி. എല്ലാ നാളും
எல்லா நாளும் ഒരു പുതിയ செய்தி, ஒரு புதிய செய்தி. എല്ലാ ஞாயிற்றுக்கிழமையும், எல்லா ஞாயிற்றுக்கிழமையும் அந்த மாவட்ட ആ ജില്ലയിൽ ആർക്കും ഇല്ലാത്ത ഒരു പുതിയ செய்தி, அந்த மாவட்டத்தில் யாருக்கும் இல்லாத ஒரு புதிய செய்தி, തമിഴ്നാട്ടിൽ കേരളത്തിൽ ആരും പറയാത്ത ഒരു പുതിയ செய்தி, தமிழ்நாட்டில் கேரளாவில் யாரும் சொல்லாத ஒரு புதிய செய்தி, ചർച്ച ഇതുവരെ കേൾക്കാത്ത ഒരു പുതിയ ചെയ്തി, சபை இதுவரை கேட்டிராத ஒரு புதிய செய்தி. കാരണം ഞാൻ തനിയല്ല നടക്കുന്നേ, நான் தனிமையாக நடக்கவில்லை, അവരുടെ കൂടെ நான் அவரோடு கூட நடக்கிறேன். അവരോട് കൂടെ നടക്കുക. யாரும் அவரோடு கூட நடக்கிறீர். എനിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ മനസ്സില്ല, தனிமையாக நடக்க மனமில்லை, ഞാൻ അവന്റെ കൂടെ നടക്കാൻ நான் அவரோடு கூட நடக்க தீர்மானித்திருக்கிறேன். ഇന്ന് പകൽ ഞാൻ ഒറ്റയ്ക്കല്ല, இந்த பகல் வேளை நான் தனிமைப்பட்டவன் அல்ல, ഈ വേദിയിൽ അവനുണ്ട്, இந்த மேடையில் அவர் உண்டு. യൂദരാജ സിംഹം, யூதா கோத்திரத்தின் சிங்கமாய் ഇന്ന് ഈ വേദിയിൽ അവനുണ്ട്, இந்த மேடையில் அவர் உண்டு. ഹനോക്ക് எனக்கு ആ മതിൽ ഇടിയുന്ന കണ്ട, அந்த மதில் இடிந்து போகிறது பார்த்தாயா? അതിന്റെ പേരാണ് എരിഹോ. அதனுடைய பேர் தான் எரிகோ. ആ മല്ലം വീഴുന്ന കണ്ട, ആ മല്ലം, அந்த பெரிய ராட்சதன் விழுந்து போகிறதை பார்த்தாயா? ആ ചെറുക്കന്റെ പേരാണ് ദാവീദ്. அந்த பிள்ளையுடைய பேர் தான் தாவீது. ദൈവം എല്ലാം കാണിച്ചു കൊടുക്കുക, ஆண்டவர் எல்லாம் காண்பித்து கொடுக்கிறார். അവനെ ഞാൻ വനാന്തരത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകും, அவனை நான் வனாந்தரத்தில் இருக்கிறவனை நான் அரண்மனையிலே கொண்டு போவேன். അടുത്ത തലമുറയിലെ മഹിമ മേഘം ഭൂമിയെ ചുംബിക്കുക, அடுத்த தலைமுறையில் மகிமையின் மேகம் பூமியை முத்தமிடுகிறது. അതാണ് ശലോമോന്റെ ആലയം, அதுதான் சாலமோனுடைய ஆலயம். അതെല്ലാം ദീർഘദർശികളാണ് ഹനോക്കെ, அதெல்லாம் தீர்க்கதரிசிகள் எனக்கு, അതെല്ലാം ആശ്രിയர்களാണ്, அதெல்லாம் ஆசிரியர்கள் எனக்கு, ഇതെല്ലാം രാജാക്കന്മാരാണ്, இதெல்லாம் ராஜாக்கள் எனக்கு. ആ അവസാനത്തവന്റെ പേരാണ് മലാക്കി, அந்த கடைசி நபருடைய பேர் தான் மல்கியா. പിന്നെ 400 സംവത്സരം സൈലന്റ് ആണ്, அப்புறமாக 400 ஆண்டுகள் மிக சைலண்டாக காணப்பட்டதும். ഇതുപോലെ തന്നെ അമൈതി, സൈലന്റ്, இது போலதான் அமைதி, சைலண்டாக தான் இருந்தது, ടോട്ടൽ സൈലന്റ്, முழுவதும் அமைதி. ആ വനാന്തരത്തില് ഭയങ്കര ശബ്ദം കേട്ടാ, அந்த வனாந்தரத்தில் பயங்கரமான சத்தம். ഗുഡ് മോർണിംഗ് ന്യൂ ടെസ്റ്റ്മെന്റ്, அங்கே சொல்கிறது காலை வணக்கம் புதிய ஏற்பாடு. അവന്റെ പേരാണ് യോഹന്നാൻ സ്നാപകൻ, அவருடைய பேர் தான் யோவான் ஸ்நாபகன். അവന്റെ പേര് ഹോളി സ്പിരിറ്റ് ബുൾഡൗസർ, அவருடைய பேர் பரிசுத்த ஆவியை சுமக்கிறவர். ബുൾഡൗസർ, ബുൾഡൗസർ, புல்டவுசர், பரிசுத்த ஆவியின் புல்டவுசர். എന്തിനാ ബുൾഡൗസർ? என்ன புல்டவுசர்? അവൻ വഴി ഒരുക്കാൻ വന്നവനാ, அவன் வழியை ஆயத்தம் பண்ணும்படி வந்தவன். അവൻ വഴി ഒരുക്കാനാ വന്ന ബുൾഡൗസർ, அவன் வழியை ஆயத்தம் பண்ணும்படி வந்த புல்டவுசர். ഹാനോക്ക് ഞെട്ടി, எனக்கு ஆச்சரியப்பட்டார். കർത്താവേ ആ വഴിയിലൂടെ വരുന്നവനാരാ? ஆண்டவரே அந்த பாதையில் கூட வருகிறவன் யார்? എന്നോ അഴക്, என்ன அழகு, എന്നോ അവന്റെ കൺകൾ, എന്നോ അഴക്, அவருடைய கண்களில் எவ்வளவு அழகு, എന്നോ അഴക്, യേശുവിൻ കൺകൾ, എന്നോ അഴക്, യേശുവിൻ കൺകൾ, എന്നോ അഴക്, യേശുവിൻ കൺകൾ, എന്നോ അഴക്. ഓ എന്തോ സന്ദേശത്തിലും വരുന്നത്, എന്തോ അഴകാൻ വരുന്നത്, எவ்வளவு அழகாக வருகிறார். അതാരാ കർത്താവേ? அது யார் ആண்டവரേ? ഹനോക്കെ അത് ഞാനാ, எனக்கு அது நான் தான், അത് ഞാനാ, அது நான் தான். എന്തിനാ കർത്താവേ നീ വന്നത്? அது எப்படி ആണ്ടവർ നീർ വന്നീർ? നിന്റെ താത്ത ആദാം, നിന്റെ താത്ത എനിക്ക് നഷ്ടപ്പെട്ടു, നിന്റെ താത്ത ആദാമിനെ എനിക്ക് നഷ്ടപ്പെട്ടു. உன்னுடைய தாத்தாவாகிய ஆதாம் எனக்கு നഷ്ടപ്പെട്ടാൻ ഞാൻ ഒത്തിരി കരഞ്ഞു, நான் அதிகமாக அழுதேன். ആദാം പോയപ്പോ ഞാൻ ഒത്തിരി നിലവിളിച്ചു ചോദിച്ചു, ആദാമേ, ஆதாம் போகும்போது நான் அதிகமாக கூக்குரலிட்டு அழுதேன், ஆதாமே நீ எங்கே? നീ പാപം ചെയ്യുമ്പോ ഞാൻ കരയുക, நீ பாவம் செய்யும் பொழுது நான் அழுகிறேன். മനുഷ്യൻ പാപം ചെയ്യുമ്പോ ഞാൻ കരയുക, மனுஷன் பாவம் செய்யும் பொழுது நான் அழுகிறேன். പാപത്തിൽ വീണ മനുഷ്യനെ വീണ്ടെടുക്കാനായി ഞാൻ വരിക, பாவத்தில் விழுந்து போன மனிதனை மீட்டெடுக்கும்படி நான் வருகிறேன். ഹനോക്കെ നോക്ക്, எனக்கு பாரு,
ആ ക്രൂശിൽ കിടന്ന് പിടയ്ക്കുന്ന ആരെന്നറിയോ? அந்த சிலுவையிலே தொங்கி துடிக்கிறவர் யார் என்று தெரியுமா? ഞാനാ. அது நான் தான். ആദാം എന്റെ ഹൃദയത്തെ തകർത്തു. ஆதாம் என்னுடைய இருதயத்தை தகர்த்து போட்டான். ഒരിക്കൽ കൂടെ ഈട്ടിനാൽ എന്റെ ഹൃദയം ഉടയപ്പെടും. ஒரு முறை கூட ஈட்டியினால் என் இருதயம் குத்தப்படும். ഹനോക്കെ അത് കഴിഞ്ഞിട്ട് നോക്ക്. எனக்கு அதற்கு பிற்பாடு பாரு. മഹിമയും ജനങ്ങളെ നോക്ക്. மகிமையின் ஆத்தும ஜனங்களை பார். അതാണ് എന്റെ സഭ. அதுதான் என்னுடைய சபை. എന്റെ സഭയെ ചേർപ്പാൻ ഞാൻ ആകാശമേഘങ്ങളിൽ ഇറങ്ങി വരും. என்னுடைய சபையை சேர்க்கும்படி நான் வான மண்டலங்களில் இறங்கி வருவேன். ഹനോക്കെ കണ്ണുനീരോടെ പറഞ്ഞ്, எனக்கு கண்ணீரோடு சொன்னான். കണ്ണീരോടെ പറഞ്ഞു കാണും. கண்ணீரோடு சொல்லியிருப்பான். ആദാം അങ്ങയുടെ ഹൃദയത്തെ തകർത്തല്ലേ? ஆதாம் உம்முடைய இருதயத்தை உடைத்து போட்டான் அல்லவா? ആദാം പാപം ചെയ്തപ്പോ അങ്ങ് കരഞ്ഞല്ലേ? ஆதாம் பாவம் செய்தபோது நீர் அழுதீர் அல்லவா? പക്ഷെ നിന്റെ ഹൃദയത്തെ ഞാൻ തകർക്കത്തില്ല. ஆனால் உன்னுடைய இருதயத்தை நான் ഉടയ്ക്ക മാട്ടേൻ. എന്റെ സീനിയേഴ്സ് പലര് നിന്റെ ഹൃദയത്തെ തകർത്ത് കാണും. என்னுடைய அறிமுகமான சீனியர்கள் அநேகர் உன்னுடைய இருதயத்தை உடைத்திருக்கலாம். എനിക്ക് മുൻപ് വന്ന പലര് ഹൃദയത്തെ തകർത്തിട്ടുണ്ടായിരിക്കാം. எனக்கு முன்னாடி வந்த அநேகர் உன்னுடைய இருதயத்தை உடைத்திருக்கலாம். എനിക്ക് മുമ്പുണ്ടായിരുന്ന ഒത്തിരി പേർ നിന്നെ കരയിപ്പിച്ചിട്ടുണ്ടായിരിക്കും. எனக்கு முன்பாக வந்த அநேகர் உன்னுடைய இருதயத்தை பார்த்து உன்னை அள வைத்திருப்பார்கள். പക്ഷെ ഞാൻ നിന്റെ ഹൃദയത്തെ തകർക്കുന്നവനല്ല. நான் உன்னுடைய இருதயத்தை உடைக்கிறவர் அல்ல. ഞാൻ അങ്ങയുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവനാണ്. நான் உன்னுடைய இருதயத்தை சந்தோஷப்படுத்தும்படியாக வந்திருக்கிறேன். ചൊല്ലുങ്ക 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 ചൊല്ലുങ്ക. ഞാൻ അങ്ങയുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവനായിരിക്കും. ഓ നാനുടെ ഹൃദയത്തെ സന്തോഷപ്പെടുത്തുന്നവനായിരിക്കും. ഒത്തിരി പേർ അങ്ങയുടെ ഹൃദയത്തെ തകർക്കുന്നവരായിരിക്കും. അനേകർ ഉമ്മുടെ ഹൃദയത്തെ ഉടയ്ത്തവരായിരിക്കാം. പക്ഷെ ഞാൻ അങ്ങയുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവനായിരിക്കും. ஆனால் நான் உம்முடைய இதயத்தை சந்தோஷப்படுத்துகிற நபராயிருப்பேன். ആഴമായ തീരുമാനത്തോടെ രണ്ട് കരങ്ങളെ ഉയർത്തി എല്ലാവരും ചൊല്ലുക. ആഴമായ തീരുമാനത്തോടെ ഇരു കരങ്ങളും ഉയർത്തി എല്ലാവരും சொல்லுங்க. കർത്താവേ, ഞാൻ അങ്ങയുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവനായിരിക്കും. ആണ്ടവരേ, ഞാൻ ഉമ്മുടെ ഹൃദയത്തെ സന്തോഷപ്പെടുത്തുகிறவനായിരിക്കും. ഞാൻ അങ്ങയുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കും. ഞാൻ ഉമ്മുടെ ഹൃദയത്തെ സന്തോഷപ്പെടുത്തുവേൻ. ആദാം അങ്ങയുടെ ഹൃദയത്തെ തകർത്ത്. ആദാം അവരുടെ ഹൃദയത്തെ തകർത്താർ. എന്നാൽ ഞാൻ അങ്ങയുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കും. ஆனால் நான் உம்முடைய இதயத்தை சந்தோஷப்படுத்துவேன். ദൈവം പറഞ്ഞു കാണ. ஆண்டவர் இப்படி சொன்னார். ഹനോക്കേ, எனக்கு ആരും എന്നെ സന്തോഷിപ്പിക്കാമെന്ന് ഇതുവരെ വാക്ക് തന്നില്ല. யாரும் என்னை சந்தோஷப்படுத்தலாம் என்று சொல்லி இதுவரை என்னை பார்த்து வாக்கு தரவில்லை. ആരും എന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാമെന്ന് ഇതുവരെ വാക്ക് തന്നില്ല. யாரும் என்னுடைய இதயத்தை சந்தோஷப்படுத்தலாம் என்று சொல்லி இதுவரைக்கும் வாக்கு தரவில்லை. എല്ലാ ദിവസവും കുറെ മഹത്വത്തിലുള്ള കാര്യങ്ങളെ കാണിച്ച് ഞാൻ നിന്നെ വീട്ടിൽ പറഞ്ഞു വിടുകയായിരുന്നു. എല്ലാ നാളും മഹിമയും ചില അനുഭവങ്ങളെ കാണിപ്പിച്ച് ഉന്നെ വീട്ടിലേക്ക് അനുപ്പി വയ്പ്പേൻ. എല്ലാ ദിവസവും ഞാൻ നിന്നെ വീട്ടിൽ പറഞ്ഞു വിടുക. എല്ലാ നാളും ചില അനുഭവത്തെ കാണിപ്പിച്ച് തന്ന് വീട്ടിലേക്ക് ചൊല്ലി വിടുവേൻ. എന്നാ കവനിയുങ്ങൾ. എന്നാൽ സ്തോത്രം, അന്ന് ദൈവം പറഞ്ഞു. ஆனால் அன்றைக்கு ஆண்டவர் சொன்னார், ഇനി നീ നിന്റെ വീട്ടിൽ പോണ്ട. இனி நீ உன் வீட்டுக்கு போக வேண்டாம். നീ നിന്റെ വീട്ടിൽ പോണ്ട. நீ உன் வீட்டுக்கு போக வேண்டாம். ഹനോക്കേ, எனக்கு നീ എന്റെ വീട്ടിൽ വരുന്നോ? நீ என்னோட வீட்டு வருகிறாயா? നീ എന്റെ വീട്ടിൽ വരുന്നോ? നീ എന്നോട് വീട്ടിൽ വരുகிறாയാ? എല്ലാ ദിവസവും പോയി നിന്റെ ഭാര്യ വിളമ്പുന്ന ഭക്ഷണം നീ തിന്നുന്നേ. എല്ലാ നാളും ഉന്നയുടെ മനവി വിളമ്പുகிறதான ആഹാരത്തെ നീ സാപ്പിടുகிறாய். എന്നാൽ നീ എന്റെ വീട്ടിൽ വന്നാൽ, ஆனால் നീ എന്നോട് വീട്ടിൽ വന്നാൽ, രാജാതി രാജാവാകുന്ന ഞാൻ നിനക്ക് വിളമ്പി തരാം. രാജാതി രാജാവാകിയ நான் உனக்கு ആഹാരത്തെ വിളമ്പി തരുവേൻ. ഞാൻ നിനക്ക് വിളമ്പി തരാം. நான் உனக்கு വിളമ്പി തരുവേൻ. നീ എന്റെ വീട്ടിൽ വരുന്നോ? നീ എന്നോട് വീട്ടിൽ വരുகிறாയാ? ഹനോക്കിന് ഭയങ്കര സന്തോഷമാണ്. எனக்கு மிகப்பெரிய சந்தோஷம். ദൈവത്തിന്റെ വീട്ടിൽ പോകണമെന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. தேவனுடைய வீட்டில் போக வேண்டும் என்கிறவங்க விரும்புகிறவங்க கரங்களை உயர்த்துங்க. ദൈവത്തിന്റെ വീട്ടിൽ പോകണമെന്ന് പറയുന്ന സന്തോഷമുള്ള കരങ്ങളെ தேவனுடைய வீட்டில் போக வேண்டும் என்று சந்தோஷப்படுகிறவங்க கரங்களை உயர்த்தி அல்லேலூயா சொல்லுங்க. ആ സന്തോഷമുള്ളവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. அந்த சந்தோஷம் இருக்கிறவங்க மட்டும் எழும்பி நிற்போம். എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. എല്ലാ ദൈവപ്രയാണ സമയത്ത് எழும்பி നിற்போം. കർത്താവിന്റെ സന്നിധികളിൽ കർത്താവിന്റെ വീട്ടിൽ എനിക്ക് പോകണമെന്ന് പറയുന്നവർ എല്ലാവരും എഴുന്നേറ്റ്. ஆண்டவருடைய சமூகத்திலே ஆண்டவருடைய வீட்டிலே எனக்கு போக வேண்டும் என்று விரும்புகிறவங்க மட்டுமே ஆண்டவர் சமூகத்தில் எழும்பி நிற்போம். ഹാനോക്കിന് ഭയങ്കര സന്തോഷം ഉണ്ടായി. எனக்கு ரொம்ப சந்தோஷம். ഹാനോക്ക് ദൈവത്തോട് പറഞ്ഞു, எனக்கு தேவனை பார்த்து சொன்னார், "Oh, let me come to your home." ஆண்டவரே, நான் உம்முடைய வீட்டில் வரட்டுமா? ഞാൻ അങ്ങയുടെ വീട്ടിൽ വരട്ടെ. நான் உம்முடைய வீட்டில் வரட்டுமா? എവിടെ അങ്ങയുടെ വീട് എവിടാ? உம்முடைய வீடு எங்கே இருக்கிறது? അങ്ങയുടെ വീട് എവിടാ കർത്താവേ? உம்முடைய வீடு எங்கே இருக்கிறது ஆண்டவரே? ദൈവം ഹാനോക്കിനോട് പറഞ്ഞു, தேவன் ஏனோக்கை பார்த்து சொன்னார்,
എന്റെ വീട് തൊട്ടപ്പുറത്താ. என்னோட வீட்டு பக்கத்துலதான். എന്റെ വീട് തൊട്ടപ്പുറത്താ. என்னோட வீடு பக்கத்துலதான். ഒരു 3 ലക്ഷം പ്രകാശ വർഷം ലൈറ്റ് ഇയേഴ്സ് അപ്പുറം, അത്രേ ഉള്ളൂ. ஒரு 3 லட்சம் லைட்டுகள் போகிற வெளிச்சமுள்ளதான வெளிச்சத்துக்கு அப்புறம் ഒരു 3 ലക്ഷം ലൈറ്റ് ഇയേഴ്സ് അപ്പുറം, അത്രേ ഉള്ളൂ. ஒரு 3 லட்சம் லைட் இயர்ஸ் அப்புறம் தான். പക്ഷെ അത് 3 സെക്കൻഡ് കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. ஆனால் அதை நான் 3 நொடி கொண்டு நான் அதை அட்ஜஸ்ட்மென்ட் பண்ணலாம். നിനക്കത് വലിയ ഡിസ്റ്റൻസ് ആണ്, உனக்கு அது மிகப்பெரிய ஒரு பிளவு. പക്ഷെ ഞാൻ അത് 3 സെക്കൻഡ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ஆனால் நான் அதை 3 நொடியினால் அதை சரி பண்ணுவேன். ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഞാൻ ഉണ്ടാക്കിയേ. இந்த கிராவிடேஷன் ஃபோர்ஸ்களை நான் ഉണ്ടാക്കിனேன். ഈ ഗുരുത്വാകർഷണം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഞാൻ ഉണ്ടാക്കി, അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. இந்த கிராவிடேஷன் process எல்லாம் நான் தான் ഉണ്ടാക്കിனேன், அதெல்லாம் நான் அட்ஜஸ்ட்மென்ட் பண்ணலாம். പക്ഷെ നീ എന്റെ വീട്ടിൽ വരുന്നോന്ന് മാത്രം കേട്ടോ. ஆனால் கர்த்தர் கேட்டது, நீ என்னுடைய வீட்டுக்குள்ள வருகிறாயா? ഹനോക്ക് പറഞ്ഞു, ഞാൻ വരാൻ കർത്താവേ. எனக்கு சொல், நான் வருகிறேன் ஆண்டவரே. ഞാൻ വരാൻ കർത്താവേ. நான் வருகிறேன் ஆண்டவரே. ഞാൻ വരാൻ കർത്താവേ. நான் வருகிறேன் ஆண்டவரே. ദൈവം ഹാനോക്കിനെ എടുത്തു. தேவன் ஏனோக்கை எடுத்துக்கொண்டார். ദൈവത്തോട് കൂടെ നടന്നവനെ, தேவனோடு கூட நடந்தவனை ദൈവം എടുത്തു. தேவன் எடுத்தார். ദൈവത്തോട് കൂടെ നടന്നവനെ, தேவனோடு கூட நடந்தவனை ദൈവം എടുത്തു. தேவன் எடுத்தார். പിന്നെ അവനെ ആരും കണ്ടില്ല. பின்னே அவனை யாரும் பார்க்கவில்லை. ദൈവം പിന്നെ ഹാനോക്കിനെ ആരും കണ്ടില്ല. அதுக்கு பிற்பாடு ஏனோக்கை யாரும் பார்க்கவில்லை. കേക്ക്, മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷം നടന്ന ആദ്യത്തെ അത്ഭുതം, மனுஷனுடைய வீழ்ச்சிக்கு பிற்பாடு முதல்ல நடந்த அற்புதம், ഹാനോക്കിനെ ദൈവം എടുത്തു. ஏனோக்கை கர்த்தர் எடுத்தார். മനുഷ്യൻ പാപത്തിൽ വീണതിന് ശേഷമുള്ള ആദ്യത്തെ അത്ഭുതം, மனுஷன் பாவத்தில் வீழ்ந்த பிற்பாடு நடைபெற்ற முதலாவது அற்புதம், ഹാനോക്കിനെ ദൈവം എടുത്തു. ஏனோக்கை தேவன் எடுத்தார். ദൈവം ഹാനോക്കിനെ എടുത്തു. தேவன் ஏனோக்கை எடுத்தார். ആരും പിന്നെ അവനെ കണ്ടതേയില്ല. யாரும் அதற்கு பிற்பாடு அவனை பார்க்கவில்லை. അവന്റെ ആരംഭത്തെക്കാൾ அவனுடைய ஆரம்பத்தை விட അവന്റെ അവസാനം ഒത്തിരി அவனுடைய നല്ലതായി. முடிவு ஆசீர்வாதமாய் இருந்தது. അവന്റെ ആരംഭത്തെക്കാൾ அவனுடைய ஆரம்பத்தை விட അവന്റെ അവസാനം ഒത്തിരി നല്ലതായി. அவனுடைய முடிவு மிக அருமையாய் இருந்தது. 2 കരങ്ങളെ ഉയർത്തി വായ്കളെ തുറന്ന് ரெண்டு கரங்களை உயர்த்தி வாய்களை திறந்து சொல்லுவோம், നമ്മുടെ ആരംഭത്തെക്കാൾ നമ്മുടെ മുടിവ് ഒത്തിരി നല്ലതാകട്ടെ. நம்முடைய ஆரம்பத்தை விட நம்முடைய முடிவு ஆசீர்வாதமாய் அமையும்.